കഴിഞ്ഞ ക്ലാസ്സിൽ 2019 നടന്ന നീറ്റ് പരീക്ഷയുടെ ആദ്യ ഭാഗം ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ പരിചയപ്പെട്ടത്. ഇന്ന് നമുക്കതിൻ്റെ തുടർച്ചയിലേക്ക് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 21. The radius of circle, the period of revolution, initial position and sense of revolution are indicated in the figure. Y projection of the radius vector of rotating particle P is. അപ്പോൾ ചോദ്യം ഇങ്ങനെയാണ്: ഒരു പാർട്ടിക്കിൾ റിവോൾവ് ചെയ്യുന്നുണ്ട്. ആ റിവോൾവ് ചെയ്യുന്ന സർക്കുലർ പാത്തിൻ്റെ റേഡിയസ് 3 മീറ്റർ ആണ്. അതിൻ്റെ ടൈം പീരീഡ് ഓഫ് റെവല്യൂഷൻ എന്ന് പറയുന്നത് 4 സെക്കൻഡ് ആണ്. അത് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇവിടെ നിന്നാണ്. ഇനിഷ്യൽ വെൻ ടൈം ഈസ് ഈക്വൽ ടു 0 പാർട്ടിക്കിൾ പി ഈസ് അറ്റ് ദിസ് വൈ ആക്സിസ്. അപ്പോൾ നമുക്ക് വേണ്ടത് ഈ റേഡിയസ് വെക്ടറിൻ്റെ പ്രൊജക്ഷൻ ഓൺ ദ വൈ ആക്സിസ് ആണ് വേണ്ടത്. നമ്മൾ എങ്ങനെയാണ് അതിൻ്റെ പ്രൊജക്ഷൻ കണ്ടെത്തുക എന്നാണ് നോക്കുന്നത്. അപ്പോൾ ഇതതിൻ്റെ സെൻറ്റർ O ആയിട്ട് നമുക്ക് എടുക്കാം. ഇവിടെ നിന്ന് ഒരു റേഡിയസ് വെക്ടർ, ഈ റേഡിയസ് വെക്ടറിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് 3 മീറ്റർ ആണ്. അപ്പോൾ നോക്കി, ഇവിടെ നിന്നാണ് അത് സ്റ്റാർട്ട് ചെയ്തത്. ഇപ്പോൾ ഏതോ ഒരു പർട്ടിക്കുലർ ഇൻസ്റ്റൻറ്റിൽ അതിൻ്റെ പൊസിഷൻ, പിയുടെ പൊസിഷൻ ഇതാണ്. സോ ഇറ്റ് ഈസ് ടേൺഡ് ത്രൂ ആൻ ആംഗിൾ തീറ്റ. ഈ പാർട്ടിക്കിൾ റിവോൾവ് ചെയ്യുന്ന വെലോസിറ്റി ഒമേഗയാണെങ്കിൽ നമുക്ക് എഴുതാം ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ് തീറ്റ ഈക്വൽ ടു ഒമേഗ ടി. അപ്പോൾ ഇവിടെ തീറ്റ ദാറ്റ് ഈസ് ഈക്വൽ ടു ഒമേഗ ടി ആണ്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഈ പി എന്ന് പറയുന്ന പാർട്ടിക്കിളിന്റെ പ്രൊജക്ഷൻ ഓൺ ദ വൈ ആക്സിസ് ആണ്. ഇതിന്റെ പ്രൊജക്ഷൻ ഓൺ ദ വൈ ആക്സിസ് കണ്ടെത്താൻ ഈ പിയിൽ നിന്ന് വൈയിലേക്ക് നമുക്കൊരു പെർപെൻഡിക്കുലർ ലൈൻ വരച്ചാൽ മതിയാവും. ഇനി പ്രൊജക്ഷൻ ഓൺ ദ എക്സ് ആക്സിസ് ആണെങ്കിലോ ഇവിടെ നിന്ന് നേരെ എക്സ് ആക്സിസിലേക്ക് നമുക്കൊരു ലൈൻ, പെർപെൻഡിക്കുലർ ലൈൻ ഡ്രോപ്പ് ചെയ്താൽ മതിയാവും. അപ്പോൾ ഇവിടുത്തെ പ്രൊജക്ഷൻ ഓൺ ദ വൈ ആക്സിസ് എന്ന് പറയുന്നത് ഇതാണ്. അപ്പോൾ നമുക്കറിയാം ഇത് റേഡിയസ് വെക്ടർ, അത് തീറ്റ ചേർന്ന് വരുന്ന സൈഡ് എപ്പോഴും കോസ് കമ്പോണന്റും ഇത് സൈൻ കമ്പോണന്റും ആയിരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും ഈ പ്രൊജക്ഷൻ ഓൺ ദ വൈ ആക്സിസ് എന്ന് പറയുന്നത് നമ്മുടെ റേഡിയസിന്റെ കോസ് കമ്പോണന്റ് ആണ്, ആർ കോസ് ഒമേഗ ടി. അപ്പോൾ നമ്മുടെ ചോദ്യം ഇങ്ങനെയാണ്: പ്രൊജക്ഷൻ ഓൺ ദ വൈ ആക്സിസ്, പ്രൊജക്ഷൻ ഓൺ ദ വൈ ആക്സിസ് ദാറ്റ് ഈസ് ഈക്വൽ ടു ആർ കോസ് ഒമേഗ ടി. ആറിന്റെ വാല്യൂ നമുക്കറിയാം 3 ആണ്. സോ 3 കോസ് ഒമേഗ ടി. ഇനി നമുക്ക് തന്നിരിക്കുന്ന ഓപ്ഷനുകളിലൊന്നും ഇങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ല. അപ്പോൾ നമുക്ക് ഈ ഒമേഗയ്ക്ക് ടൈം പീരീഡിന്റെ ടൈംസിലേക്ക് വാല്യൂ മാറ്റണം. നമുക്കറിയാം ഒമേഗയും ടൈം പീരീഡും തമ്മിലുള്ള റിലേഷൻ ഒമേഗ ഈക്വൽ ടു 2π/t ആണ്. അങ്ങനെയെങ്കിൽ നമ്മുടെ ഇക്വേഷൻ വീണ്ടും മാറുന്നു. y ഓഫ് t ഈക്വൽ ടു 3 കോസ് 2π/t ഇൻറ്റു ടി. ഇവിടെ ക്യാപിറ്റൽ ടി ടൈം പീരീഡ് ആണ്. ക്വസ്റ്റനിൽ തന്നിരിക്കുന്നു ടൈം പീരീഡ് t ഈസ് ഈക്വൽ ടു 4 സെക്കൻഡ്. സോ ഒമേഗ ഈക്വൽ ടു 2π/4 that is equal to π/2. On substituting this value, y of t is equal to 3 cos 2π/4 into t. So y of t equal to 3 cos πt/2. So നമുക്ക് തന്നിരിക്കുന്ന ഓപ്ഷനുകളിൽ മാച്ച് ചെയ്യുന്ന ആൻസർ ഇതാണ്. പ്രൊജക്ഷൻ ഓൺ ദ വൈ ആക്സിസ് എന്ന് പറയുന്നത് y of t equal to 3 cos πt/2. So the right option y of t is equal to 3 cos πt/2, option 4. Question number 22. A hollow metal sphere of radius r is uniformly charged. The electric field due to the sphere at a distance r from the center. ഒരു ഹോളോ മെറ്റൽ സ്ഫിയറിന്റെ ഇലക്ട്രിക് ഫീൽഡിനെ കുറിച്ചാണ് ചോദ്യം. അപ്പോൾ നമ്മൾ ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു വേരിയസ് ബോഡീസ് പഠിച്ചിട്ടുണ്ട് ഗോസസ് തിയറത്തിന്റെ ആപ്ലിക്കേഷൻ ആയിട്ട്. ഇവിടെ നമ്മുടെ ക്വസ്റ്റ്യനിൽ ഒരു ഹോളോ സ്ഫിയർ ആണ്. ഒരു ഹോളോ സ്ഫിയർ, അതിന്റെ സെന്റർ O ആണ്, അതിന്റെ റേഡിയസ് ക്യാപിറ്റൽ R ആണ്. അപ്പോൾ നമ്മൾ ഇലക്ട്രിക് ഫീൽഡ് പഠിക്കുമ്പോൾ ഒരു ഹോളോ സ്ഫിയറിന്റെ ഡിഫറെന്റ് റീജിയൻസിലെ ഇലക്ട്രിക് ഫീൽഡിനെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതിന്റെ സെന്ററിൽ എന്താണ്, ഇൻസൈഡ്, സർഫസ്, ഔട്ട്സൈഡ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കറിയാം ഇതൊരു ഹോളോ കണ്ടക്ടർ ആയതുകൊണ്ട് തന്നെ ഇതിന്റെ ഇലക്ട്രിക് ഫീൽഡ് ഇൻസൈഡ് എന്ന് പറയുന്നത് എപ്പോഴും 0 ആയിരിക്കണം. കണ്ടക്ടറിന്റെ പ്രോപ്പർട്ടി പഠിച്ചിട്ടുണ്ട്. ഒരു ഇലക്ട്രിക് കണ്ടക്ടറിന്റെ ഇൻസൈഡിൽ ഇലക്ട്രിക് ഫീൽഡ് എപ്പോഴും 0 ആണ്. ഇനി ഇതിന്റെ സർഫസിലാണെങ്കിലോ, സർഫസിൽ 1/4πε0 q ഡിവൈഡഡ് ബൈ ക്യാപിറ്റൽ R². ഇനി ഔട്ട്സൈഡിലേക്ക് പോകുമ്പോൾ ഔട്ട്സൈഡിൽ ഒരു പോയിന്റ് കൺസിഡർ ചെയ്താൽ R, ഈ ഔട്ട്സൈഡ് ഈസ് ഈക്വൽ ടു 1/4πε0 q ഡിവൈഡഡ് ബൈ R². അപ്പോൾ ഇതിൻ്റെ ഈ ഇലക്ട്രിക് ഫീൽഡിന്റെ വേരിയേഷൻ നമ്മൾ ഗ്രാഫിക്കലി റെപ്രസെന്റ് ചെയ്യുമ്പോൾ നമുക്കറിയാം ഇതിന്റെ y ആക്സിസിൽ ഇലക്ട്രിക് ഫീൽഡും x ആക്സിസിൽ ഡിസ്റ്റൻസും നമ്മൾ മാർക്ക് ചെയ്യുന്നു.
ഇവിടെ ഒരു പോയിന്റ്, ഇത് നമ്മുടെ സർഫസ് ആണ്. ഡിസ്റ്റൻസ് ഫ്രം ദ ഒറിജിൻ എന്ന് പറയുന്നത് ക്യാപിറ്റൽ ആർ ആണ്. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് ഇൻസൈഡിൽ 0, സർഫസിൽ എത്തുമ്പോൾ അത് സ്റ്റാർട്ട് ചെയ്യുന്നു, മാക്സിമം ആണ് Q/R². ഇനി പുറത്തേക്ക് പോകുന്തോറും ഇലക്ട്രിക് ഫീൽഡും ഡിസ്റ്റൻസും പ്രൊപ്പോർഷണൽ ടു 1/R² ആണ്. അപ്പോൾ നമ്മുടെ ഗ്രാഫിന്റെ ഷേപ്പ് ഇങ്ങനെ പോകുന്നു. സോ ഇലക്ട്രിക് ഫീൽഡ് മാക്സിമം ഉണ്ടാകുന്നത് സർഫസിലാണ്, ഇൻസൈഡിലെല്ലാം ഇലക്ട്രിക് ഫീൽഡ് 0 ആണ്. അപ്പോൾ നോക്കി, ഇഫ് ദ വാല്യൂ ഓഫ് R ലെസ് ദാൻ ക്യാപിറ്റൽ R, ആണെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് ഈസ് ഈക്വൽ ടു 0, അതായത് ഇൻസൈഡ് ഇലക്ട്രിക് ഫീൽഡ് 0. ഇനി ആറിന്റെ വാല്യൂ ഗ്രേറ്റർ ദാൻ ക്യാപിറ്റൽ ആർ, ആയാൽ നമ്മുടെ പോയിന്റ് ഔട്ട്സൈഡ് ദ സർഫസ് ആണ്. ഔട്ട്സൈഡ് ദ സർഫസിലാണെങ്കിൽ ഇലക്ട്രിക് ഫീൽഡും ഡിസ്റ്റൻസും 1/R² ആയിട്ടാണ് റിലേറ്റ് ചെയ്യുക. സോ ദൂരേക്ക് പോകുമ്പോൾ ഇലക്ട്രിക് ഫീൽഡ് ഡിക്രീസ് ചെയ്യുന്നു. അപ്പോൾ നമ്മുടെ പോയിന്റ് ഇതാണ്. ഒരു ഹോളോ ആയിട്ടുള്ള നമ്മുടെ ഒരു മെറ്റാലിക് കണ്ടക്ടർ ആണെങ്കിൽ ഇൻസൈഡിൽ ഇലക്ട്രിക് ഫീൽഡ് 0, അതിന്റെ സർഫസിൽ ഇലക്ട്രിക് ഫീൽഡ് മാക്സിമം, പുറത്തേക്ക് പോകുമ്പോൾ ഇലക്ട്രിക് ഫീൽഡ് കുറയുന്നു. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ കൺസെപ്റ്റുമായിട്ട് മാച്ച് ചെയ്യുന്ന നമ്മുടെ ഒരേ ഒരു ഓപ്ഷൻ 2 ആണ്. 0, ഇലക്ട്രിക് ഫീൽഡ് ഈസ് 0 ആസ് R ലെസ് ദാൻ ക്യാപിറ്റൽ R ആൻഡ് ഡിക്രീസസ്, ഇലക്ട്രിക് ഫീൽഡ് ഡിക്രീസസ് ആസ് R ഇൻക്രീസസ് ക്യാപിറ്റൽ R. നമ്മുടെ R ക്യാപിറ്റൽ ആറിനേക്കാൾ കൂടിയാൽ ഇലക്ട്രിക് ഫീൽഡ് കുറയുകയും ചെയ്യും. സോ ദ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ 2. Question number 23. In which of the following devices the eddy current effect is not used? താഴെ പറയുന്നതിൽ ഏതിലാണ് എഡ്ഡി കറണ്ടിന്റെ എഫക്റ്റ് ഉപയോഗപ്പെടുത്താത്തത്? അപ്പോൾ നമ്മൾ ആദ്യം അറിയണം എന്താണ് എഡ്ഡി കറണ്ട്. ഒരു ബൾക്ക് മെറ്റീരിയൽ മാഗ്നറ്റിക് ഫീൽഡിലൂടെ മൂവ് ചെയ്യുമ്പോൾ ആ ബൾക്ക് മെറ്റീരിയൽ ഇൻഡ്യൂസ് ചെയ്യപ്പെടുന്ന EMF, അതുവഴി ഉണ്ടാകുന്ന കറണ്ട്, ആ കറണ്ടിനെയാണ് എഡ്ഡി കറണ്ട് എന്ന് വിളിക്കുന്നത്. ഈ കറണ്ട് നമുക്ക് ചില സാഹചര്യങ്ങളിൽ യൂസ്ഫുൾ ആണ്, ചില സാഹചര്യങ്ങളിൽ അതൊരു ഡിസഡ്വാൻറ്റേജ് ആയി മാറാറുണ്ട്. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന ഓപ്ഷനുകളിൽ ഏതിലാണ് എഡ്ഡി കറണ്ടിന്റെ എഫക്റ്റ് നമ്മൾ ഉപയോഗപ്പെടുത്താത്തത് എന്നാണ് ചോദ്യം. അപ്പോൾ നമുക്ക് ഓപ്ഷൻസ് നോക്കിയാൽ, ഒന്നാമത്തെ ഓപ്ഷൻ ഇൻഡക്ഷൻ ഫർണസ്. നമുക്കറിയാം ഇൻഡക്ഷൻ ഫർണസിൽ നമ്മൾ ഹീറ്റ് ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടി എഡ്ഡി കറണ്ടിന്റെ എഫക്റ്റ് ആണ് ഉപയോഗിക്കുന്നത്. ഓപ്ഷൻ 2 മാഗ്നറ്റിക് ബ്രേക്കിംഗ് ഓഫ് ട്രെയിൻ. നമുക്കറിയാം ട്രെയിനിന്റെ ബ്രേക്കിംഗ് സിസ്റ്റത്തിൽ എഡ്ഡി കറണ്ട് യൂസ് ചെയ്യുന്നുണ്ട്. ഇലക്ട്രോമാഗ്നറ്റിലും എഡ്ഡി കറണ്ട് യൂസ് ചെയ്യുന്നുണ്ട്. ആൻഡ് ദ ഫോർത്ത് വൺ ഈസ് ഇലക്ട്രിക് ഹീറ്റർ. ഇലക്ട്രിക് ഹീറ്ററിൽ നമ്മൾ ഹീറ്റിംഗ് എഫക്റ്റ് ഉപയോഗിക്കുന്നത് ഒരു ഹീറ്റിംഗ് കോയിൽ വെച്ചിട്ടാണ് ഉപയോഗിക്കുക. അപ്പോൾ അവിടെ നമ്മൾ എഡ്ഡി കറണ്ട് എഫക്റ്റ് അല്ല ഉപയോഗപ്പെടുന്നത്. സോ ദ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ 4, ഇലക്ട്രിക് ഹീറ്റർ. Question number 24. 6 similar bulbs are connected as shown in figure with a DC source of EMF E and 0 internal resistance. The ratio of power consumption by the bulbs when all glowing to in the situation when 2 from section A and 1 from section B are glowing will be. അപ്പോൾ നമുക്കിവിടെ ചിത്രത്തിൽ ഒരു സർക്യൂട്ട് തന്നിരിക്കുകയാണ്. ആ സർക്യൂട്ടിൽ 6 ഐഡന്റിക്കൽ ബൾബ്സ്, ഒരുപോലെയുള്ള 6 ബൾബുകൾ നമുക്ക് കാണാം. ഈ 6 ബൾബുകളെ ഒരു സെല്ലുമായി കണക്ട് ചെയ്തിരിക്കുന്നു. സെല്ലിന്റെ EMF E ആണ്. അങ്ങനെയെങ്കിൽ നമുക്ക് പവർ കൺസംഷൻ ആണ് കണ്ടുപിടിക്കേണ്ടത്. 2 കേസുകളിലെ പവർ കൺസംഷന്റെ റേഷ്യോ ആണ് നമുക്ക് വേണ്ടത്. അപ്പോൾ 2 കേസുകളായിട്ടാണ് ഇവിടെ നമ്മൾ നോക്കുന്നത്. ആദ്യത്തെ കേസിൽ പറയുന്നു, കേസ് 1ൽ പറയുന്നു, എല്ലാ ബൾബുകളും ഗ്ലോ ചെയ്യണം. അവിടുത്തെ 6 ബൾബുകളും ഗ്ലോ ചെയ്യണം. ഗ്ലോ ചെയ്യുന്ന സമയത്തെ പവർ. അപ്പോൾ നമുക്കറിയാം പവർ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻസ്, 6 ബൾബുകൾ, സെക്ഷൻ എ, സെക്ഷൻ ബി, ടോട്ടൽ 6 ബൾബുകളുണ്ട്. സെല്ലുമായി നമ്മൾ കണക്ട് ചെയ്യുന്നു. അപ്പോൾ ഐഡന്റിക്കൽ ബൾബുകൾ ആയതുകൊണ്ട് തന്നെ നമുക്ക് അവരുടെ എല്ലാം റെസിസ്റ്റൻസുകളെ തുല്യമായിട്ട് എടുക്കാം. അപ്പോൾ എല്ലാ ബൾബുകളുടെയും റെസിസ്റ്റൻസ് 6 ആണ്. ഇനി സെല്ലിന്റെ ഇന്റേണൽ റെസിസ്റ്റൻസ് 0 ആയതുകൊണ്ട് തന്നെ ഇതിന്റെ റെസിസ്റ്റൻസ് നമുക്ക് കണക്കാക്കേണ്ടതില്ല. അപ്പോൾ ഈ സർക്യൂട്ടിലെ എഫക്റ്റീവ് റെസിസ്റ്റൻസ് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? ഇവിടെ നോക്കിയ സെക്ഷൻ എയിലെ 3 ബൾബുകളുടെയും ടെർമിനൽസ് ഒരേ നോഡുകളാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് സെക്ഷൻ എയിലെ 3 ബൾബുകളും പാരലൽ കോമ്പിനേഷനിലാണ്. അപ്പോൾ പാരലൽ കോമ്പിനേഷനുകളിൽ ഈക്വൽ റെസിസ്റ്റേഴ്സ് വന്നാൽ R ബൈ നമ്പർ ഓഫ് റെസിസ്റ്റേഴ്സ് ആയിരിക്കും. അപ്പോൾ 3 റെസിസ്റ്റേഴ്സ് ആണുള്ളത്. ഓരോരുത്തരുടെയും വാല്യൂ 6 ആണ്. അപ്പോൾ എ എന്ന സെഗ്മെന്റിലെ ആകെ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് R/3 ആണ്. അപ്പോൾ സെഗ്മെന്റ് എയുടെ റെസിസ്റ്റൻസ് R/3. ദിസ് R/3 വീണ്ടും സെക്ഷൻ ബിയിലും ഇതുപോലെ തന്നെ 3 റെസിസ്റ്റേഴ്സ് ഉണ്ട്. 3 പേരും പാരലൽ ആണ്. അവരുടെയും റെസിസ്റ്റൻസ് R/3. ഈ 2 R/3കളും സീരീസ് ആയിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. ആരുമായി? നമ്മുടെ സെൽ ഓഫ് EMF E. അങ്ങനെയെങ്കിൽ 2 R/3കൾ സീരീസ് ആയി വന്നാൽ അതിന്റെ എഫക്റ്റീവ് വാല്യൂ എന്ന് പറയുന്നത് 2 ടൈംസ് R/3 ആയിരിക്കും. കാരണം സീരീസ് കോമ്പിനേഷനിൽ എഫക്റ്റീവ് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ രണ്ടിന്റെയും കൂടി സം ആണ് നമുക്ക് വേണ്ടത്. അപ്പോൾ നമ്മുടെ ഒന്നാമത്തെ കേസിലെ സർക്യൂട്ട് ഇതാ ഇങ്ങനെയായി മാറിക്കഴിഞ്ഞു. അപ്ലൈ ചെയ്ത EMF E ആണ്, റെസിസ്റ്റൻസ് 2R/3 ആണ്. അങ്ങനെയെങ്കിൽ അവിടുത്തെ പവർ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. പവർ P is equal to, ഇക്വേഷൻ ഇതാണ്, V²/R. That is equal to applied EMF E square divided by the resistance 2R/3. So power is equal to 3 E²
ഡിവൈഡഡ് ബൈ 2R. അപ്പോൾ നമ്മുടെ ആദ്യത്തെ കേസിലെ പവർ P1 നമുക്ക് കിട്ടി. P1ൻ്റെ വാല്യൂ ഇതാണ് 3E² ഡിവൈഡഡ് ബൈ 2R. ഇനി രണ്ടാമത്തെ കേസിൽ പറയുന്നത് ഇങ്ങനെയാണ്. സെക്ഷൻ എയിൽ നിന്ന് 2 ബൾബുകളും സെക്ഷൻ ബിയിൽ നിന്ന് 1 ബൾബ് മാത്രമാണ് ഗ്ലോ ചെയ്യുന്നതെങ്കിൽ നമുക്ക് നോക്കാം. സെക്ഷൻ എയിൽ നിന്ന് 2 ബൾബുകൾ, സെക്ഷൻ ബിയിൽ നിന്ന് 1 ബൾബ് മാത്രം. ഇങ്ങനെയാണ് നമ്മുടെ സർക്യൂട്ട് എങ്കിൽ ഇപ്പം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ 2 ബൾബുകൾ റെസിസ്റ്റൻസ് R ഉള്ള ഈ 2 ബൾബുകൾ പാരലൽ ആണ്. അത് ഇതിന് സീരീസ് ആണ്. അപ്പോൾ 2 Rകൾ പാരലൽ വന്നാൽ റെസിസ്റ്റൻസ് R/2, R/2ഉം ഈ Rഉം സീരീസിലാണ്. അപ്പോൾ R/2 പ്ലസ് R 3R/2 ആയി മാറും. അപ്പോൾ ഈക്വലന്റ് സർക്യൂട്ട് ഇതാ ഇങ്ങനെയാണ്. ഈ 2 Rകൾ പാരലൽ ആയതുകൊണ്ട് തന്നെ എഫക്റ്റീവ് R/2, ദാറ്റ് R/2 ഇൻ സീരീസ് വിത്ത് ദിസ് R. സോ R/2 പ്ലസ് R, ആൻസർ ഈസ് 3R/2. 3R/2 അപ്ലൈഡ് EMF E ആണ്. അങ്ങനെയെങ്കിൽ ഈ സർക്യൂട്ടിന്റെ എഫക്റ്റീവ് പവർ കണ്ടുപിടിക്കാം. പവർ P ഈസ് ഈക്വൽ ടു V²/R തന്നെ, ദാറ്റ് ഈസ് ഈക്വൽ ടു E²/3R/2, ദാറ്റ് ഈസ് ഈക്വൽ ടു 2E²/3R. അപ്പോൾ നമ്മുടെ പവർ P1 ഈസ് ഈക്വൽ ടു 3E²/2R, പവർ P2 ഈസ് ഈക്വൽ ടു 2E²/3R. ഇവരുടെ റേഷ്യോ ആണ് നമുക്ക് വേണ്ടത്. അങ്ങനെയെങ്കിൽ P1 ഡിവൈഡഡ് ബൈ P2 ഈസ് ഈക്വൽ ടു നമ്മുടെ P1ൻ്റെ വാല്യൂ 3E²/2R ഡിവൈഡഡ് ബൈ P2. അപ്പോൾ P2ൻ്റെ റെസിപ്രോക്കൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 3R/2E². E², R. സോ ദ ആൻസർ ഈസ് 9/4. സോ നമ്മൾ ഓപ്ഷൻസിൽ നോക്കുമ്പോൾ ഓപ്ഷൻ 2 ആൻസർ 9:4 ഇതാണ് ശരിയായ ഉത്തരം. ക്വസ്റ്റ്യൻ നമ്പർ 25. At a point P on the Earth's surface, the angle of dip equal to plus 25 degree. At a point B on the Earth's surface, the angle of dip minus 25 degree. Then we can interpret that. അപ്പോൾ ഇവിടെ ചോദ്യം ഡിപ്പിനെ കുറിച്ചാണ്. എർത്ത് മാഗ്നറ്റിസം എന്നുള്ള ടോപ്പിക്കിൽ നിന്നുള്ള ചോദ്യമാണ്. സാധാരണ മാഗ്നറ്റിസത്തിൽ നിന്ന് നമുക്ക് 1-2 ക്വസ്റ്റ്യൻസ് സാധാരണ ചോദിക്കാറുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം അറിയണം എന്താണ് ഡിപ്പ്. ഡിപ്പ് എന്ന് പറയുന്നത് ഒരു സ്ഥലത്തെ ടോട്ടൽ മാഗ്നറ്റിക് ഫീൽഡും അതിൻ്റെ ഹൊറിസോണ്ടൽ കമ്പോണൻറ്റും തമ്മിൽ മേക്ക് ചെയ്യുന്ന ആംഗിളാണ്. അപ്പോൾ ഒരു സ്ഥലത്തെ ടോട്ടൽ മാഗ്നറ്റിക് ഫീൽഡ് ബി ആണെങ്കിൽ അതിനെ നമുക്ക് 2 കമ്പോണൻറ്റുകളായി റിസോൾവ് ചെയ്യാം. റിസോൾവ് ചെയ്യുമ്പോൾ ഇത് നമ്മുടെ ഹൊറിസോണ്ടൽ കമ്പോണൻറ്റ് BH, ഇത് വെർട്ടിക്കൽ കമ്പോണൻറ്റ് BV. അങ്ങനെയെങ്കിൽ ടോട്ടൽ മാഗ്നറ്റിക് ഫീൽഡിനും ഹൊറിസോണ്ടൽ കമ്പോണൻറ്റിനും ഇടയിൽ മേക്ക് ചെയ്യുന്ന ആംഗിളിനെ വിളിക്കുന്ന പേരാണ് ഡിപ്പ്. ഇവിടെ ഓർത്തിരിക്കേണ്ട പോയിന്റുകൾ ഇതാണ്. ഇവിടെ നിന്ന് നമുക്ക് ടാൻ ഡെൽറ്റ is equal to BV/BH ആയിരിക്കും. ടാൻ ഡെൽറ്റ ഈക്വൽ ടു BV/BH ആയിരിക്കും. ഇനി ഇവിടുന്ന് ടോട്ടൽ മാഗ്നറ്റിക് ഫീൽഡ് B is equal to √of BV² പ്ലസ് BH² ആയിരിക്കും. സാധാരണ സ്ഥിരം ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന ഒരു ഏരിയ ആണിത്. അപ്പോൾ ടാൻ ഡെൽറ്റ ഈക്വൽ ടു BV/BH ആണ്. B is equal to √of BV² പ്ലസ് BH² ആണ്. ഇനി ഈ ഡിപ്പ് നമ്മൾ മെഷർ ചെയ്യുന്ന ഇൻസ്ട്രുമെൻ്റ് പേരാണ് ഡിപ്പ് സർക്കിൾ. അപ്പോൾ ഡിപ്പ് നമ്മൾ മെഷർ ചെയ്യുന്നത് എന്തുപയോഗിച്ചാണ്? ഡിപ്പ് സർക്കിൾ ഉപയോഗിച്ചാണ് നമ്മളത് മെഷർ ചെയ്യുന്നത്. ഇനി അറിയേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ, നമ്മുടെ എർത്തിന് സ്വന്തമായ ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടെന്നറിയാം. അപ്പോൾ അതിൻ്റെ മാഗ്നറ്റിക് ഫീൽഡ് ലൈനുകൾ ഇങ്ങനെ പോകുന്നുണ്ട്. അപ്പോൾ എർത്തിൻ്റെ ഇക്വേറ്ററിനോട് ചേർന്ന റീജിയണിൽ ഡിപ്പിൻ്റെ വാല്യൂ എപ്പോഴും 0 ആയിരിക്കും. ഇക്വേറ്ററിൻ്റെ ഭാഗത്തെ ഡിപ്പ് എപ്പോഴും 0 ആയിരിക്കും. അതുപോലെ പോളാർ റീജിയണിൽ ഡിപ്പ് ഇസ് ഈക്വൽ ടു 90 ഡിഗ്രി ആയിരിക്കും. അത് നോർത്തേൺ ഹെമിസ്ഫിയർ ആണെങ്കിൽ നമ്മൾ +90 എന്നും ഇവിടെയാണെങ്കിൽ ഡെൽറ്റ -90 എന്നുമാണ് നമ്മൾ സാധാരണ റെപ്രസെൻ്റ് ചെയ്യുക. ഇനി ഒരു സ്ഥലത്തിൻ്റെ ലാറ്റിറ്റ്യൂഡ് നമുക്കറിയാമെങ്കിൽ, ലാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് നമുക്കറിയാം, ഈ ലാറ്റിറ്റ്യൂഡ് ലാംഡയാണെങ്കിൽ ഒരു സ്ഥലത്തെ ഡിപ്പ് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? ലാറ്റിറ്റ്യൂഡ് നമുക്ക് ലാംഡ അറിയാമെങ്കിൽ ടാൻ ഡെൽറ്റ ഈസ് ഈക്വൽ ടു 2 ടാൻ ലാംഡ ആയിരിക്കും. അപ്പോൾ വീണ്ടും ഡിപ്പിന് ഒരു ഇക്വേഷൻ കൂടി, ടാൻ ഡെൽറ്റ ഈസ് ഈക്വൽ ടു 2 ടൈംസ് ടാൻ ലാംഡ ആയിരിക്കും. ഇനി നമ്മുടെ ക്വസ്റ്റ്യനിലേക്ക് വന്നാൽ ഒരു സ്ഥലത്തെ ഡിപ്പ് +25 ഡിഗ്രിയും മറ്റൊരു സ്ഥലത്ത് -25 ഡിഗ്രിയും ആണെങ്കിൽ നമുക്ക് അതിനെക്കുറിച്ച് എന്ത് കൺക്ലൂഷനിൽ എത്തിച്ചേരാം? നമുക്കറിയാം ഇക്വേറ്ററിലെ ഡിപ്പ് 0 ആണ്. അപ്പോൾ +25 ഡിഗ്രി എന്ന് പറയുന്ന ഡിപ്പ് എന്തായാലും അത് നോർത്തേൺ ഹെമിസ്ഫിയറിലും -25 ഡിഗ്രി എന്ന് പറയുന്നത് സദേൺ ഹെമിസ്ഫിയറിലുള്ള 2 പ്ലേസുകളാണ്. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന ഓപ്ഷനുകളിൽ നിന്ന് നമുക്ക് പറയാവുന്നത് ഇതാണ്. ഓപ്ഷൻ 3 ഇങ്ങനെയാണ്: A is located in northern hemisphere and B is located in southern hemisphere. That is the right answer. Question number 26. A force F equal to 20 plus 10y acts on a particle in y direction.
where F in Newton and Y in meter. Work done by this force to move the particle from y equal to 0 to y equal to 1 meter is. അപ്പോൾ നമുക്ക് വർക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ട ഒരു ക്വസ്റ്റൻ ആണ് തന്നിരിക്കുന്നത്. നമുക്കറിയാം വർക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ നമുക്ക് ഒന്നിലധികം ഇക്വേഷൻസ് അറിയാം. വർക്ക് സാധാരണ കാൽക്കുലേറ്റ് ചെയ്യുന്ന W ഈക്വൽ ടു എഫ് ഡി കോസ് തീറ്റയാണ്. അപ്പോൾ നമുക്ക് എഫ് വേണം, ഡി വേണം, തീറ്റ വേണം. ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റനിലെ ഫോഴ്സ് എഫ് ഇസ് ഈക്വൽ ടു 20 പ്ലസ് 10y ന്യൂട്ടൺ ആണ്. അപ്പോൾ ഇവിടെ ഫോഴ്സ് ഒരു കോൺസ്റ്റന്റ് അല്ല, ഫോഴ്സ് ഒരു വേരിയബിൾ ആണ്. ഫോഴ്സ് ഈസ് എ ഫംഗ്ഷൻ ഓഫ് ഡിസ്പ്ലേസ്മെന്റ് y ആണ് ഇവിടെ. അപ്പോൾ തീർച്ചയായിട്ടും ഫോഴ്സ് വേരിയബിൾ ആണെങ്കിൽ വർക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ നമുക്ക് കാൽക്കുലസ് മെത്തേഡ് ഉപയോഗിക്കേണ്ടി വരും. വർക്ക് ഡൺ ഈസ് ഈക്വൽ ടു ഇന്റഗ്രൽ എഫ് ഡി വൈ ആയിരിക്കും. അപ്പോൾ ഫോഴ്സ് വേരിയബിൾ ആണെങ്കിൽ വർക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് ഇന്റഗ്രേഷൻ മെത്തേഡിലാണ് ഫ്രം ലിമിറ്റ് y1 ടു y2. ഇവിടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നു നമുക്ക് ഈ ബോഡിയെ മൂവ് ചെയ്യിക്കേണ്ടത് y1 ഈസ് ഈക്വൽ ടു 0 മുതൽ y2 ഈസ് ഈക്വൽ ടു 1 മീറ്റർ വരെയാണ്. അപ്പോൾ നമുക്കിത് കാൽക്കുലേറ്റ് ചെയ്യാം. W ഈസ് ഈക്വൽ ടു ഇന്റഗ്രൽ 0 ടു 1 എഫിൻ്റെ വാല്യൂ 20 പ്ലസ് 10y dy ആണ്. അപ്പോൾ ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഇങ്ങനെയാണ് 20y പ്ലസ് 10y സ്ക്വയർ ബൈ 2 ഫ്രം 0 ടു 1. ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ അപ്പർ ലിമിറ്റ് കൊടുക്കുമ്പോൾ 20 ഇൻറ്റു 1 പ്ലസ് 10 ഇൻറ്റു 1 ബൈ 2 മൈനസ് ലോവർ ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു, കംപ്ലീറ്റ് വാല്യൂസും 0 ആയി മാറും. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 20 പ്ലസ് 10 ബൈ 2 5. സോ ദ ആൻസർ ഈസ് 25 ജൂൾ. നമ്മുടെ ഫോഴ്സും ഡിസ്പ്ലേസ്മെൻറ്റും എല്ലാം സ്റ്റാൻഡേർഡ് യൂണിറ്റിലായതുകൊണ്ട് നമുക്ക് കിട്ടുന്ന ആൻസർ ജൂളിലായിരിക്കും. വർക്ക് ഈസ് ഈക്വൽ ടു 25 ജൂൾ. സോ ദ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ 3, 25 ജൂൾ. ക്വസ്റ്റ്യൻ നമ്പർ 27. പിക്ക് ദ റോങ് ആൻസർ ഇൻ ദ കോണ്ടെക്സ്റ്റ് വിത്ത് റെയിൻബോ. റെയിൻബോയുമായി ബന്ധപ്പെട്ട് താഴെ തന്നിരിക്കുന്നതിൽ തെറ്റായ സ്റ്റേറ്റ്മെൻറ്റ് ഏത് എന്നാണ് ചോദ്യം. അപ്പോൾ നമ്മൾ ആദ്യം അറിയണം എന്താണ് റെയിൻബോ, റെയിൻബോ എങ്ങനെയാണ് ഉണ്ടാകുന്നത്. അതുമായി ബന്ധപ്പെട്ട കുറച്ച് ഓപ്ഷനുകളാണ് നമുക്കിവിടെ നൽകിയിരിക്കുന്നത്. അപ്പോൾ ആ ഓപ്ഷൻസ് നമ്മൾ ചെക്ക് ചെയ്തിട്ട് അതിൽ നിന്ന് തെറ്റായ ഒരു സ്റ്റേറ്റ്മെൻറ്റ് മാത്രം നമ്മൾ എടുത്തെഴുതുക, അതാണ് ചോദ്യം. അപ്പോൾ നമുക്കറിയാം റെയിൻബോ ഉണ്ടാകണമെങ്കിൽ ഒരു വാട്ടർ ഡ്രോപ്പിനകത്തേക്ക് സൺലൈറ്റ് പോകുന്നു, ആ സൺലൈറ്റ് ഡിസ്പേർഷന് വിധേയമാവണം. അത് 7 കളേഴ്സായി സ്പ്ലിറ്റ് ചെയ്യുന്നു. അത് അവിടെ നിന്ന് ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ വഴി ആ ലൈറ്റ് റേസ് വീണ്ടും പുറത്തേക്ക് വരികയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് സാധാരണ റെയിൻബോ ഉണ്ടാകാറ്. അപ്പോൾ ഒരാൾക്ക് റെയിൻബോ കാണണമെന്നുണ്ടെങ്കിൽ ഒരു ഒബ്സർവർ ഇതാണ്, അയാൾക്ക് റെയിൻബോ കാണണമെങ്കിൽ സണ്ണിൻ്റെ പൊസിഷൻ എപ്പോഴും അയാളുടെ പുറകുവശത്തായിരിക്കണം. അപ്പോൾ എപ്പോഴും ഒബ്സർവറുടെ പുറകുവശത്തായിരിക്കണം സൺ. എങ്കിൽ മാത്രമേ സണ്ണിൽ നിന്ന് വരുന്ന റേസ് ഇതിലേക്ക് പോയി റെയിൻബോ ഉണ്ടാകുന്നത് നമ്മുടെ ഒബ്സർവർക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഒന്നാമത്തെ പോയിന്റ് ഓർക്കുക, സണ്ണിൻ്റെ ലൊക്കേഷൻ എപ്പോഴും ഒബ്സർവറുടെ പുറകിലായിരിക്കണം. ഇനി ഈ റെയിൻബോ ഉണ്ടാകുന്ന സാഹചര്യത്തിൽ ഇവിടെ നടക്കുന്ന ഫിനോമിനൻസ് എന്തൊക്കെയാണ്? ലൈറ്റ് എയറിൽ നിന്ന് ഗ്ലാസ്സിലേക്ക് കയറുകയാണ്. അപ്പോൾ മീഡിയം മാറുന്നത് കൊണ്ട് തന്നെ അവിടെ റിഫ്ലക്ഷൻ ഉണ്ടാവണം. ഈ വരുന്ന വൈറ്റ് ലൈറ്റ് മറ്റൊരു മീഡിയം നമ്മുടെ ഈ ഡ്രോപ്പിൻ്റെ ഉള്ളിലേക്ക് കയറുമ്പോൾ അത് 7 കളേഴ്സായി മാറുന്നു. ഫിനോമിനൻ്റെ പേര് ഡിസ്പേർഷൻ. ഇനി ഈ ഡെൻസർ മീഡിയത്തിൽ നിന്ന്, ഈ ലിക്വിഡ് ഡ്രോപ്പ് ഡെൻസർ മീഡിയത്തിൽ നിന്ന് ഇത് വീണ്ടും ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ വഴി തിരികെ വരുന്നു. ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ. വീണ്ടും ഇവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ വീണ്ടും ഒരു തവണ കൂടി റിഫ്ലക്ഷൻ നടക്കും. അപ്പോൾ സാധാരണഗതിയിൽ ഇവിടെ നടക്കുന്ന ഫിനോമിനൻസ് ഇതൊക്കെയാണ്: 1 റിഫ്ലക്ഷൻ, 2 ഡിസ്പേർഷൻ, 3 ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ. ഇപ്പോൾ ഈ കാണിച്ചിരിക്കുന്ന ഈ ഡയഗ്രത്തിൽ ഒരു തവണയാണ് ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ നടന്നിരിക്കുന്നത്. അതുകൊണ്ട് ഈ റെയിൻബോയെ നമ്മൾ പ്രൈമറി റെയിൻബോ എന്ന് വിളിക്കും. പ്രൈമറി റെയിൻബോ. ഇനി ഇതേ സാഹചര്യം തന്നെ ഈ ഡ്രോപ്പിന്റെ ഉള്ളിൽ 2 തവണ ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ നടന്നാൽ ഇവിടെ കാണാം, ഇവിടെ ഒരു തവണ ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ, വീണ്ടും ഒരിക്കൽ കൂടി ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ. അപ്പോൾ 2 തവണ ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ നടക്കുകയാണെങ്കിൽ അത്തരം റെയിൻബോയെ വിളിക്കുന്ന പേരാണ് സെക്കൻഡറി റെയിൻബോ. സെക്കൻഡറി റെയിൻബോ. അപ്പോൾ ഈ പ്രൈമറി റെയിൻബോയും സെക്കൻഡറി റെയിൻബോയും തമ്മിൽ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ കളറുകൾ ഇൻവേർട്ടഡ് ആയിരിക്കും. അതായത് ഒരാൾ വിബ്ജിയോർ എന്ന ഓർഡർ ആണെങ്കിൽ മറ്റേ ആളിൽ അത് തിരിച്ചായിരിക്കും. ആ കളറിൻ്റെ കോമ്പിനേഷൻ റിവേഴ്സ് ചെയ്യപ്പെടുകയും ചെയ്യും. അപ്പോൾ പ്രൈമറി റെയിൻബോ ആണെങ്കിൽ ഒരു തവണ ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ, സെക്കൻഡറി റെയിൻബോ ആണെങ്കിൽ 2 തവണ ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ. അപ്പോൾ ഇതൊക്കെയാണ് റെയിൻബോയുമായി ബന്ധപ്പെട്ട കുറച്ച് പോയിന്റ്സ്. അപ്പോൾ നമുക്കിവിടെ തന്നിരിക്കുന്ന ഓപ്ഷനിൽ തെറ്റായിട്ടുള്ളൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് ഓപ്ഷൻ 3 ആണ്. An observer can see a rainbow when his front is towards the sun. അദ്ദേഹത്തിന്റെ ഫ്രണ്ടിൽ സൺ വരികയാണെങ്കിൽ റെയിൻബോ കാണാം എന്നാണ് അവരുടെ ഓപ്ഷനിൽ പറഞ്ഞിരിക്കുന്നത്. അത് തെറ്റായ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. സോ ദ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ 3. ക്വസ്റ്റ്യൻ നമ്പർ 28.
A cylindrical conductor of radius r is carrying a constant current. The plot of the magnitude of the magnetic field B with the distance d from the center of the conductor is correctly represented by. ഒരു കറണ്ട് ക്യാരിയിങ് കണ്ടക്ടറും അത് പ്രൊഡ്യൂസ് ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡിനെയും കുറിച്ചാണ് ചോദ്യം. അതിൻ്റെ ആ മാഗ്നറ്റിക് ഫീൽഡും ഡിസ്റ്റൻസും തമ്മിലുള്ള വേരിയേഷൻ ഗ്രാഫിക്കലായി റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്ന ഓപ്ഷൻസ് ആണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അതിൽ നിന്ന് ശരിയായിട്ടുള്ള ഓപ്ഷൻ ഏതാണെന്ന് തിരഞ്ഞെടുക്കുക. അപ്പോൾ നോക്കി, ഒരു സ്ട്രെയിറ്റ് വയറിനെ നമ്മൾ മാഗ്നിഫൈ ചെയ്താൽ നമുക്ക് കിട്ടുന്നത് ഒരു സിലിണ്ടറിക്കൽ ഷേപ്പായി കാണാം. അപ്പോൾ സാധാരണഗതിയിൽ ഒരു വയർ എന്ന് പറയുമ്പോൾ നമ്മൾ അതിനെ ഒരു സിലിണ്ടർ ആയിട്ടാണ് കണക്കാക്കുക. ഇത് ആ സിലിണ്ടറിൻ്റെ ആക്സിസ് ആണ്. നമ്മുടെ ഈ സിലിണ്ടറിക്കൽ വയറിലൂടെ കറണ്ട് മുകളിലേക്ക് പോവാണ്. മുകളിലേക്ക് പോകുന്ന കറണ്ട് ഐ ആണെന്ന് കരുതുക. അപ്പോൾ ഇതിൻ്റെ യൂണിഫോം ഈ വോളിയത്തിലൂടെ ഇങ്ങനെ കറണ്ടായി മുകളിലേക്ക് പോവാണ്. അങ്ങനെയെങ്കിൽ ഇതിൻ്റെ റേഡിയസ് ക്യാപിറ്റൽ ആർ ആണ്. നമുക്ക് മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഗ്രാഫാണ് വരയ്ക്കേണ്ടത്. നമുക്കറിയാം, ഒരു കണ്ടക്ടറിലൂടെ കറണ്ട് പാസ് ചെയ്യുമ്പോൾ അതിൻ്റെ ആക്സിയൽ പോയിന്റിൽ എപ്പോഴും മാഗ്നറ്റിക് ഫീൽഡ് 0 ആയിരിക്കും. ആക്സിസിൽ മാഗ്നറ്റിക് ഫീൽഡ് എപ്പോഴും 0 ആയിരിക്കും. ഇനി സർഫസിലെ മാഗ്നറ്റിക് ഫീൽഡ് മാക്സിമം ആയിരിക്കും. ആ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ വാല്യൂ μ0 I/2π ക്യാപിറ്റൽ ആർ ആയിരിക്കും. ഇനി ഔട്ട്സൈഡിലേക്ക് പോകുമ്പോൾ മാഗ്നറ്റിക് ഫീൽഡ് B = μ0 I/2π ദാറ്റ് ഡിസ്റ്റൻസ് ആർ. ഇവിടെ നിന്ന് പുറത്തേക്കുള്ള ഡിസ്റ്റൻസ് ആർ ആണെങ്കിൽ അവിടുത്തെ മാഗ്നറ്റിക് ഫീൽഡ്. ഓക്കെ, ഇനി ഇതിൻ്റെ ഇൻസൈഡിലെ മാഗ്നറ്റിക് ഫീൽഡ്, ഇവിടെയാണ് നമ്മളൊരു പോയിന്റ് അറ്റ് എ ഡിസ്റ്റൻസ് ഡി എടുക്കുന്നതെങ്കിൽ ഇൻസൈഡിലെ മാഗ്നറ്റിക് ഫീൽഡ് B = ഇങ്ങോട്ട് എഴുതാം, D = μ0 I/d/2π r² ആയിരിക്കും. അപ്പോൾ ഇവിടെ നമുക്ക് മനസ്സിലായ കാര്യങ്ങൾ ഇതാണ്. അതിൻ്റെ ആക്സിസിൽ മാഗ്നറ്റിക് ഫീൽഡ് 0. ഇൻസൈഡ് മാഗ്നറ്റിക് ഫീൽഡ് = μ0 I/d/2π r² ആണ്. സർഫസിൽ മാഗ്നറ്റിക് ഫീൽഡ് μ0 I/2π റേഡിയസ് ക്യാപിറ്റൽ ആർ. ഇനി ഔട്ട്സൈഡിലാണെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ് μ0 I/2π ദാറ്റ് ഡിസ്റ്റൻസ് സ്മോൾ ആർ. ഇവിടെ ക്വസ്റ്റ്യനിൽ ഡി എന്നാണ് പറഞ്ഞിരിക്കുന്നത്, അതുകൊണ്ട് 2π d. അപ്പോൾ നോക്കിയേ, ഇൻസൈഡിൽ മാഗ്നറ്റിക് ഫീൽഡും ഡിസ്റ്റൻസും ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. ഔട്ട്സൈഡിൽ ചെല്ലുമ്പോൾ മാഗ്നറ്റിക് ഫീൽഡും ഡിയും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. സർഫസിൽ മാക്സിമം, സെൻറ്ററിൽ 0. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഗ്രാഫ് വരച്ചാൽ ഇതിൻ്റെ സെൻറ്ററിൽ മാഗ്നറ്റിക് ഫീൽഡ് 0. ഇനി ഇൻസൈഡിലെല്ലാം മാഗ്നറ്റിക് ഫീൽഡ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. അപ്പോൾ ഗ്രാഫ് ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും. അത് സർഫസിലെത്തുമ്പോൾ അതിൻ്റെ വാല്യൂ മാക്സിമത്തിലെത്തുന്നു. ഇനി പുറത്തേക്ക് പോകുമ്പോൾ ഡിസ്റ്റൻസുമായി അത് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. അപ്പോൾ ഗ്രാഫിൻ്റെ ഷേപ്പ് ഇതിങ്ങനെ പോകണം. അപ്പോൾ നമ്മൾ ഈ ഗ്രാഫിനെ കറക്റ്റായിട്ട് പ്ലോട്ട് ചെയ്താൽ നമുക്ക് കിട്ടുന്ന ഷേപ്പ് ഇതാണ്. ഇത് മാഗ്നറ്റിക് ഫീൽഡ് B, ഡിസ്റ്റൻസ് d. സെൻറ്ററിൽ മാഗ്നറ്റിക് ഫീൽഡ് 0. സർഫസിലേക്ക് പോകുമ്പോൾ കൂടി അത് മാക്സിമത്തിലെത്തണം. പുറത്തേക്ക് പോകുമ്പോൾ അതിൻ്റെ വാല്യൂ കുറയണം. അപ്പോൾ ഇതായിരിക്കും റൈറ്റ് ഓപ്ഷൻ. ഈ ഓപ്ഷൻ നമുക്ക് കാണാം, ഓപ്ഷൻ 3 ആണ്. അപ്പോൾ നമ്മുടെ ഈ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ 3 ആണ്. ഇനി ഇതേപോലെ തന്നെ സിമിലർ ഗ്രാഫ് വരുന്ന മറ്റ് ചില 2 ടോപ്പിക്കുകളാണ്. ഒന്ന് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയും ഡിസ്റ്റൻസും തമ്മിൽ നമ്മൾ ഗ്രാഫ് വരയ്ക്കുകയാണെങ്കിൽ എർത്തിൻ്റെ സെൻറ്ററിൽ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി 0 ആണ്. സർഫസിലേക്ക് പോകുമ്പോൾ അത് കൂടി മാക്സിമത്തിലെത്തും. എർത്തിൻ്റെ സർഫസിൽ നിന്ന് പുറത്തേക്ക് പോകുമ്പോൾ ആൾട്ടിറ്റ്യൂഡിലേക്ക് പോകുമ്പോൾ ജിയുടെ വാല്യൂ വീണ്ടും കുറയുന്നതായി കാണാം. ഇതുപോലെ തന്നെയാണ് നോൺ കണ്ടക്ടിങ് സോളിഡ് സ്ഫിയറിൻ്റെ ഇലക്ട്രിക് ഫീൽഡ്. ഒന്നുകൂടി പറയുന്നു, നോൺ കണ്ടക്ടിങ് സോളിഡ് സ്ഫിയറിൻ്റെ ഇലക്ട്രിക് ഫീൽഡ് വേഴ്സസ് ഡിസ്റ്റൻസ് ഗ്രാഫ് വരച്ചാൽ സെൻറ്ററിൽ 0, കൂടി മാക്സിമത്തിലെത്തണം സർഫസിൽ, പിന്നീട് അത് വാല്യൂ കുറയണം. അപ്പോൾ 3 ഗ്രാഫുകൾ നമുക്ക് ഒരുപോലെ ഓർത്തിരിക്കാം. 3 ഗ്രാഫുകൾ, ഒന്ന് ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു നോൺ കണ്ടക്ടിങ് സോളിഡ് സ്ഫിയർ, ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഓഫ് എർത്ത്, അതുപോലെ തന്നെ മാഗ്നറ്റിക് ഫീൽഡ് വേഴ്സസ് ഡിസ്റ്റൻസ് ഡ്യൂ ടു എ കറണ്ട് ക്യാരിയിങ് വയർ. അപ്പോൾ 3 ഗ്രാഫുകളെ നമുക്ക് ഒരുമിച്ച് ഓർത്തിരിക്കാം പരീക്ഷയ്ക്കായി. ക്വസ്റ്റ്യൻ നമ്പർ 29. Two particles A and B are moving in uniform circular motion in concentric circles of radius RA and RB with the speeds VA and VB respectively. The time period of rotations are same. Then the ratio of angular speed of A to that of B will be. അപ്പോൾ 2 പാർട്ടിക്കിൾസ് A and B സർക്കുലർ മോഷനിലാണ്. 2 പേരുടെയും റേഡിയസുകൾ RA and RB ആണ്. കോൺസെൻട്രിക് സർക്കിളുകളാണ്. അപ്പോൾ 2 കോൺസെൻട്രിക് സർക്കിൾസിലൂടെ റിവോൾവ് ചെയ്യുന്ന 2 ബോഡികൾ A and B, അവരുടെ റേഡിയസുകൾ RA ആൻഡ് RB ആണ്. ഇവരുടെ ടൈം പീരീഡുകൾ സെയിം ആണ്. ടൈം പീരീഡ് ഓഫ് A ഇസ് ഈക്വൽ ടു ടൈം പീരീഡ് ഓഫ് B. അങ്ങനെയെങ്കിൽ നമുക്ക് വേണ്ടത് അവരുടെ ആംഗുലാർ സ്പീഡുകളുടെ റേഷ്യോയാണ്. അതായത് ω A ഡിവൈഡഡ് ബൈ
ഒമേഗ ബി ആണ് നമുക്ക് കണ്ടെത്തേണ്ടത്. അപ്പോൾ ടൈം പീരീഡുകൾ സെയിം ആണെന്ന് തന്നിരിക്കുന്നു. കണ്ടുപിടിക്കേണ്ടത് ഒമേഗയാണ്. നമുക്കറിയാം സർക്കുലർ മോഷനിൽ ടൈം പീരീഡും ഒമേഗയും തമ്മിൽ റിലേഷൻ എന്താണ്? ആംഗുലാർ സ്പീഡും അതുപോലെ ടൈമും ടി ഈസ് ഈക്വൽ ടു 2π ഡിവൈഡഡ് ബൈ ഒമേഗയാണ്. ക്വസ്റ്റനിൽ പറഞ്ഞിരിക്കുന്നു രണ്ടുപേരുടെയും ടൈം പീരീഡുകൾ സെയിം ആണ്. സോ ടി എ ഈക്വൽ ടു ടി ബി, ദാറ്റ് ഈസ് ഈക്വൽ ടു ടി എ എന്ന് പറഞ്ഞാൽ 2π ബൈ ഒമേഗ എ, ദാറ്റ് ഈസ് ഈക്വൽ ടു 2π ബൈ ഒമേഗ ബി ആണ്. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് മനസ്സിലായി 2π ബൈ ഒമേഗ ഈക്വൽ ടു 2π ബൈ ഒമേഗ ബി ആയതുകൊണ്ട് ഒമേഗ എ ഈസ് ഈക്വൽ ടു ഒമേഗ ബി ആണ്. അതുകൊണ്ട് തന്നെ അവരുടെ റേഷ്യോ ഒമേഗ എ ബൈ ഒമേഗ ബി എന്ന് പറയുന്നത് 1:1 ആയിരിക്കും. അപ്പോൾ നമ്മുടെ ഓപ്ഷൻസ് നോക്കിക്കഴിഞ്ഞാൽ റൈറ്റ് ഓപ്ഷൻ 4 ആണ്, 1:1. ക്വസ്റ്റ്യൻ നമ്പർ 30. Two similar thin equiconvex lenses of focal length f each are kept coaxially in contact with each other such that focal length of the combination is f1. When the space between the lenses filled with glycerin of refractive index 1.5, which is same as that of glass, the equivalent focal length is f2. Then the ratio f1 is to f2. നമ്മുടെ റേ ഓപ്റ്റിക്സ് എന്നുള്ള പാഠഭാഗത്തു നിന്നുള്ള ചോദ്യമാണിത്. രണ്ട് ഇക്യു കോൺവെക്സ് ലെൻസുകളെ കോണ്ടാക്റ്റിൽ വെച്ചിരിക്കുകയാണ്. അവരുടെ ഫോക്കൽ ലെങ്തുകൾ സെയിം ആണ്. അപ്പോൾ രണ്ട് ലെൻസുകളെ നമ്മൾ കോണ്ടാക്റ്റിൽ വെച്ചാൽ, രണ്ട് ഇക്യു കോൺവെക്സ് ലെൻസുകളെ കോണ്ടാക്റ്റിൽ വെച്ചിരിക്കുകയാണ്. രണ്ടുപേരുടെയും ഫോക്കൽ ലെങ്തുകൾ എഫ് വീതമാണ്. അങ്ങനെയെങ്കിൽ ഈ കോമ്പിനേഷൻ്റെ എഫക്റ്റീവ് ഫോക്കൽ ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യാൻ നമുക്കറിയാം. അതിൻ്റെ വാല്യൂ f1 എന്നാണ് തന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ ഫോക്കൽ ലെങ്ത് f1 ആണ്. ഈ രണ്ടുപേരോട് ചേർന്ന ഈ സിസ്റ്റത്തിൻ്റെ ഈക്വലൻറ്റ് ഫോക്കൽ ലെങ്ത് f1 ആണ്. നമുക്കറിയാം രണ്ട് ലെൻസുകളെ കൊയാക്സിലി നമ്മൾ കണക്ട് ചെയ്ത് വെച്ചാൽ അവിടുത്തെ ഈക്വലൻറ്റ് ഫോക്കൽ ലെങ്ത് കണ്ടുപിടിക്കേണ്ടത് എങ്ങനെയാണ്? f equivalent is equal to 1/f1 plus 1/f2. അങ്ങനെയെങ്കിൽ നമുക്കറിയാം ഈ f equivalent f1 ആണ്. സോ ദാറ്റ് ഈസ് 1/f1 is equal to 1/f plus 1/f. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ റെസിപ്രോക്കൽ നമ്മൾ എടുക്കുന്നു. f1 is equal to ഇതിൻ്റെ പ്രോഡക്റ്റ് ബൈ സം ആണ്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു f ഡിവൈഡഡ് ബൈ 2. അപ്പോൾ ഈ രണ്ട് ലെൻസുകളെ ഇക്യു കോൺവെക്സ് ലെൻസുകളെ നമ്മൾ കോണ്ടാക്റ്റിൽ വെക്കുകയാണെങ്കിൽ അവരുടെ എഫക്റ്റീവ് ഫോക്കൽ ലെങ്ത് f/2 ആണ്. അതിൻ്റെ വാല്യൂ f1 എന്നാണ് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത്. ഇനി രണ്ടാമത് പറയുന്നു ഈ രണ്ട് ലെൻസുകൾക്കിടയിലുള്ള സ്പേസ്, നമ്മളിപ്പോൾ വെച്ച ഈ രണ്ട് ലെൻസുകൾക്കിടയിലുള്ള സ്പേസ് നമ്മൾ ഗ്ലിസറിൻ ഉപയോഗിച്ച് ഫില്ല് ചെയ്യുകയാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ഗ്ലിസറിൻ ഉപയോഗിച്ചതിനെ ഫില്ല് ചെയ്തു. ആ ഗ്ലിസറിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് പറയുന്നത് ഗ്ലാസിൻ്റെ സെയിം റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആണ്. അപ്പോൾ നമുക്കറിയാം ഈ ഒരു കോമ്പിനേഷൻ്റെ ഫോക്കൽ ലെങ്ത്, ലെൻസ് മേക്കേഴ്സ് ഫോർമുല പറയുന്നു ഫോക്കൽ ലെങ്ത് റെസിപ്രോക്കൽ ഫോക്കൽ ലെങ്ത് 1/f ഈസ് ഈക്വൽ ടു n-1 ഇൻറ്റു 1/r1 മൈനസ് 1/r2. അപ്പോൾ ഫോക്കൽ ലെങ്തിനെ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഇവരാണ്. ഒന്ന് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്, മറ്റൊന്ന് റേഡിയസ് ഓഫ് കർവേച്ചേഴ്സ്. അപ്പോൾ നോക്കിയേ, ഈ രണ്ടുപേരുടെയും റേഡിയസുകൾ സെയിം ആണ്. അപ്പോൾ R1 R2 ഒന്നും മാറ്റം സംഭവിച്ചിട്ടില്ല. ഇനി റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്, ഇത് ഗ്ലാസിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് 1.5, ഇടയിലുള്ള ഗ്ലിസറിനും 1.5. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് സെയിം ആയതുകൊണ്ട് തന്നെ ലൈറ്റിനുണ്ടാവുന്ന ബെൻഡിങ് ഒരുപോലെ ആയിരിക്കും. രണ്ടുപേരെ നമുക്ക് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റില്ല. രണ്ടുപേരും ഒരേ മീഡിയത്തെ പോലെ തന്നെ ബിഹേവ് ചെയ്യും. അപ്പോൾ നമുക്ക് ഈ ഗ്ലിസറിൻ നമ്മൾ ചേർത്ത് ഫില്ല് ചെയ്ത ഈ സിസ്റ്റത്തെ ഒരു സിംഗിൾ ലെൻസായി നമുക്ക് കൺസിഡർ ചെയ്യാം. ആ സിംഗിൾ ലെൻസിൻ്റെ ഫോക്കൽ ലെങ്ത് എഫ് തന്നെയാണ്. കാരണം റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് മാറിയിട്ടില്ല, റേഡിയസ് ഓഫ് കർവേച്ചറും മാറിയിട്ടില്ല. അങ്ങനെയെങ്കിൽ രണ്ടാമത്തെ കേസിൽ ഈ ഗ്ലിസറിൻ ഫില്ല് ചെയ്ത റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എഫ് ആണ്. അതിനെ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന പേര് f2 എന്നാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ആദ്യത്തെ കേസിൽ f1 ഈസ് ഈക്വൽ ടു f/2 ആണ്. രണ്ടാമത് ഗ്ലിസറിൻ ആഡ് ചെയ്തപ്പോൾ f2 ഈസ് ഈക്വൽ ടു f തന്നെയാണ്. ചോദ്യം f1 ഈസ് ടു f2 ആണ്. അങ്ങനെയെങ്കിൽ f1/f2 ഈസ് ഈക്വൽ ടു f/2 divided by f, that is equal to 1/2. So f1 is to f2 is equal to 1:2. ഇതായിരിക്കും നമ്മുടെ ആൻസർ. നമ്മുടെ ക്വസ്റ്റ്യൻ നോക്കിക്കഴിഞ്ഞാൽ ഓപ്ഷൻ 2 ആണ്. ആൻസർ ഈസ് 1:2. ക്വസ്റ്റ്യൻ നമ്പർ 31. In total internal reflection, when angle of incidence is equal to critical angle for the pair of media in contact, what will be the angle of refraction? വീണ്ടും നമ്മുടെ റേ ഓപ്റ്റിക്സ് എന്നുള്ള പാഠഭാഗത്തിൽ നിന്നും ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷനുമായി ബന്ധപ്പെട്ട മറ്റൊരു ചോദ്യമാണ് നമ്മുടെ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം പറയണം എന്താണ് ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ. ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ നടക്കാൻ ആവശ്യമായ രണ്ട് കണ്ടീഷൻസ് നമുക്കറിയാം. ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ നടക്കണമെങ്കിൽ ലൈറ്റ് ഷുഡ് ട്രാവൽ ഫ്രം എ ഡെൻസർ മീഡിയം ഡെൻസർ ടു റെയറർ ആയിരിക്കണം. ഡെൻസർ മീഡിയത്തിൽ നിന്നും റെയറിലേക്കാണ് പോകേണ്ടത്. രണ്ടാമത് നമുക്കറിയാം ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഷുഡ് ബി ഗ്രേറ്റർ ദാൻ
ക്രിട്ടിക്കൽ ആംഗിൾ. അപ്പോൾ ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ എന്ന് പറയുന്ന ഫിനോമിനൻ നടക്കാൻ വേണ്ട രണ്ട് കണ്ടീഷൻ ഇതാണ്. ഒന്ന് ലൈറ്റ് ടു ട്രാവൽ ഫ്രം ഡെൻസർ ടു റെയറർ മീഡിയം, രണ്ടാമത്തേത് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് മസ്റ്റ് ബി ഗ്രേറ്റർ ദാൻ ദ ക്രിട്ടിക്കൽ ആംഗിൾ. നമുക്ക് നോക്കാം, രണ്ട് മീഡിയങ്ങളെ സെപ്പറേറ്റ് ചെയ്യുന്ന ബൗണ്ടറിയാണിത്. ഇതൊരു ഡെൻസർ മീഡിയം, ഇതൊരു റെയറർ മീഡിയം. ഡെൻസർ മീഡിയത്തിൽ നിന്ന് ലൈറ്റ് റേ പോകുന്നു, ലൈറ്റ് റേ പോയി കഴിഞ്ഞാൽ അത് റെയറർ മീഡിയത്തിലേക്ക് പോകുന്നു, അപ്പോൾ ലൈറ്റിന് ബെൻഡിങ് ഉണ്ടാവും. ഈ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് നമ്മൾ ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് ഈ ബെൻഡിങ് കൂടി വരും. ഒരു പർട്ടിക്കുലർ ആംഗിൾ ഓഫ് ഇൻസിഡൻസിൽ എത്തുമ്പോൾ ഈ ബെൻഡ് ചെയ്ത് നമ്മുടെ റിഫ്രാക്റ്റഡ് റേ സർഫസിന് പാരലായി കടന്നു പോകും. അപ്പോൾ നോക്കി, ഇപ്പോൾ നമ്മുടെ ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ 90 ഡിഗ്രി ആയി മാറി. ഈ 90 ഡിഗ്രി ആയി മാറുന്ന സമയത്ത് ഡെൻസർ മീഡിയത്തിൽ ഉണ്ടായ ആംഗിൾ ഓഫ് ഇൻസിഡൻസിന്റെ പേരാണ് ക്രിട്ടിക്കൽ ആംഗിൾ. അപ്പോൾ ക്രിട്ടിക്കൽ ആംഗിളിലാണ് ലൈറ്റ് ചെല്ലുന്നതെങ്കിൽ ഈ റിഫ്രാക്റ്റഡ് റേ എപ്പോഴും സർഫസിന് പാരലായിട്ട് സർഫസിലൂടെ അത് ഗ്രേസ് ചെയ്ത് പോകും. അപ്പോൾ അവിടുത്തെ ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ 90 ഡിഗ്രിയാണ്. ഇനി ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഇതിനേക്കാൾ കൂടിയാലോ? ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ക്രിട്ടിക്കൽ ആംഗിളിനേക്കാൾ കൂടിയാൽ ലൈറ്റ് കംപ്ലീറ്റ് ആയി ഫസ്റ്റ് മീഡിയത്തിലേക്ക് ടോട്ടലായി ഇന്റേണൽ റിഫ്ലക്ഷന് വിധേയമായി തിരികെ വരും. സോ ദിസ് ആംഗിൾ ഷുഡ് ബി ഗ്രേറ്റർ ദാൻ ദിസ് ക്രിട്ടിക്കൽ ആംഗിൾ. അപ്പോൾ ഇതാണ് മൂന്ന് കണ്ടീഷനുകൾ. ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ക്രിട്ടിക്കൽ ആംഗിളിനേക്കാൾ കുറഞ്ഞാൽ ലൈറ്റ് രണ്ടാമത്തെ മീഡിയത്തിലേക്ക് പോകും. ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ക്രിട്ടിക്കൽ ആംഗിൾ ഈക്വൽ ആയാൽ അത് സർഫസിലൂടെ ഗ്രേസ് ചെയ്ത് പോവുകയും ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ 90 ഡിഗ്രി ആയി മാറുകയും ചെയ്യും. ഇഫ് ദ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഈസ് ഗ്രേറ്റർ ദാൻ ക്രിട്ടിക്കൽ ആംഗിൾ, അത് ടോട്ടലി റിഫ്ലക്ട് ചെയ്ത് ഫസ്റ്റ് മീഡിയത്തിലേക്ക് തന്നെ തിരികെ വരും. നമ്മുടെ ചോദ്യത്തിൽ ഇതാണ്, I is equal to IC ആയാൽ ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ എത്രയാകും? ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ക്രിട്ടിക്കൽ ആംഗിളിന് ഈക്വൽ ആയാൽ ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ 90 ഡിഗ്രി ആയി മാറുകയാണ് ചെയ്യുന്നത്. സോ ദ റൈറ്റ് ഓപ്ഷൻ ഈസ് ഓപ്ഷൻ 4, 90 ഡിഗ്രി. Question number 32. Two parallel infinite line charges with linear charge density plus lambda coulomb per meter and minus lambda coulomb per meter are placed at a distance of 2r in space. What is the electric field in the midway between two line charges? അപ്പോൾ വീണ്ടും നമ്മുടെ ഇലക്ട്രോസ്റ്റാറ്റിക്സിൽ നിന്നുള്ളൊരു ചോദ്യമാണ് വരുന്നത്. ഇലക്ട്രോസ്റ്റാറ്റിക്സിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ നമ്മൾ ഗോസസ് തിയറി ഉപയോഗിച്ച് ഇലക്ട്രിക് ഫീൽഡുകൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇവിടെ ക്വസ്റ്റ്യനിൽ പറയുന്നു രണ്ട് ലൈൻ ചാർജുകളുണ്ട്. രണ്ട് ലൈൻ ചാർജുകൾ, അവരുടെ ചാർജ് ഡെൻസിറ്റികൾ ഒരാളുടേത് പ്ലസ് ലാംഡ, ഒരാളുടേത് മൈനസ് ലാംഡയാണ്. അപ്പോൾ ഈ ആദ്യത്തെ വയറിൻ്റെ പുറത്തുള്ള ചാർജുകളല്ലേ പോസിറ്റീവാണ്. ലാംഡ എന്ന് പറഞ്ഞാൽ ലീനിയർ ചാർജ് ഡെൻസിറ്റി, അത് Q/L ആണ്. സോ ഇവിടുത്തെ ചാർജ് പോസിറ്റീവാണ്, ഇവിടെ ചാർജ് നെഗറ്റീവുമാണ്. ഈ രണ്ട് ലൈൻ ചാർജുകൾ തമ്മിലുള്ള സെപ്പറേഷൻ 2r ആണ്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഇതിൻ്റെ മിഡ് വേയിലുള്ള ഇലക്ട്രിക് ഫീൽഡാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ രണ്ടുപേർ തമ്മിലുള്ള സെപ്പറേഷൻ 2r ആയ സ്ഥിതിക്ക് അവരുടെ മിഡ് വേ എന്ന് പറയുന്നത് r ഡിസ്റ്റൻസ് എവേ ഫ്രം ഈച്ച് വയർ ആയിരിക്കും. ഓരോ വയറിൽ നിന്നും r ഡിസ്റ്റൻസ് എവേ ആണ്. അപ്പോൾ ഈ മിഡ് വേയിലെ ഇലക്ട്രിക് ഫീൽഡാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഇവിടുത്തെ ഇലക്ട്രിക് ഫീൽഡാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇവിടെ ഇലക്ട്രിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ആരൊക്കെ ചേർന്നാണ്? ഈ പോസിറ്റീവ് ചാർജുകളുള്ള ലൈൻ ചാർജും അതുപോലെ ഈ നെഗറ്റീവ് ചാർജുകളുള്ള നമ്മുടെ ഈ വയറും, ഇവർ രണ്ടുപേരും ഇലക്ട്രിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യും. ഇലക്ട്രിക് ഫീൽഡ് ഒരു വെക്ടർ ക്വാണ്ടിറ്റി ആയതുകൊണ്ട് തന്നെ നമുക്ക് വെക്ടർ സം എടുത്താൽ മാത്രമേ ടോട്ടൽ ഫീൽഡ് കിട്ടൂ. ടോട്ടൽ ഫീൽഡ് ഈസ് ഈക്വൽ ടു വെക്ടർ E1 പ്ലസ് വെക്ടർ E2. അതായിരിക്കും നമ്മുടെ ടോട്ടൽ ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത്. ഇനി ഗോസസ് തിയറത്തിൻ്റെ ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട് ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു എ ലൈൻ ചാർജ് അറ്റ് എ ഡിസ്റ്റൻസ് r എന്ന് പറയുന്നത് λ/2πr എപ്സിലോൺ 0 ആണ്. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡിൻ്റെ വാല്യൂ ഡ്യൂ ടു എ സിംഗിൾ വയർ എന്ന് പറയുന്നത് λ/2πr എപ്സിലോൺ 0 ആണ്. അപ്പോൾ നമുക്ക് നോക്കാം, ഇവിടെ നമ്മുടെ ആദ്യത്തെ വയർ, അതിൽ നിന്ന് r ഡിസ്റ്റൻസ് അകലെയാണ് നമ്മുടെ ഈ മിഡ് പോയിന്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഈ മിഡ് വേ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇലക്ട്രിക് ഫീൽഡിൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്താണ്? ഇവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇലക്ട്രിക് ഫീൽഡിൻ്റെ മാഗ്നിറ്റ്യൂഡ് ഡ്യൂ ടു ദിസ് ഫസ്റ്റ് വയർ എന്ന് പറയുന്നത് λ/2πr എപ്സിലോൺ 0 ആണ്. ഇതാണ് നമ്മുടെ E1 പ്ലസ് രണ്ടാമത്തെ വയർ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇലക്ട്രിക് ഫീൽഡിൻ്റെ മാഗ്നിറ്റ്യൂഡ് നമുക്ക് വേണം. അപ്പോൾ അവിടെ നമുക്ക് മാഗ്നിറ്റ്യൂഡ് എടുക്കുമ്പോൾ അതും λ/2πr എപ്സിലോൺ 0 തന്നെ. നമ്മൾ ആ മൈനസ് കൺസിഡർ ചെയ്യുന്നില്ല, മാഗ്നിറ്റ്യൂഡ് മാത്രമാണ് എടുത്തത്, λ/2πr എപ്സിലോൺ 0. ഇനി ഇവരുടെ ഡയറക്ഷൻ കൂടി വേണം, കാരണം വെക്ടർ ക്വാണ്ടിറ്റി ആയതുകൊണ്ട് തന്നെ നമുക്ക് അവരുടെ ഡയറക്ഷൻ കൂടി കൺസിഡർ ചെയ്യണം. ഇത് പോസിറ്റീവ് ചാർജുകളായതുകൊണ്ട് ഇലക്ട്രിക് ഫീൽഡ് എപ്പോഴും എവേ ഫ്രം ദ ചാർജസ് ആയിരിക്കും. പോസിറ്റീവ് ചാർജുകളായതുകൊണ്ട് ഫീൽഡ് എവേ ഫ്രം ദ ചാർജസ്. അപ്പോൾ ഇതാണ് ഫീൽഡ് ഡ്യൂ ടു ദ ഫസ്റ്റ് വയർ. ഇനി ഇത് നെഗറ്റീവ് ചാർജുകളായതുകൊണ്ട് ഇവരുടെ ഫീൽഡ് എപ്പോഴും ടുവേർഡ്സ് ദ ചാർജസ് ആയിരിക്കും. അപ്പോൾ ടുവേർഡ്സ് ദ ചാർജസ് ആയതുകൊണ്ട് അതിൻ്റെയും ഡയറക്ഷൻ ഇങ്ങോട്ട് തന്നെയാണ്.
അപ്പോൾ രണ്ടുപേരുടെയും ഡയറക്ഷൻ സെയിം ആണ്, മാഗ്നിറ്റ്യൂഡും സെയിം ആണ്. അപ്പോൾ ഇതിനെ നമുക്ക് സമ്മേഷൻ ചെയ്താൽ മതി. സോ ടോട്ടൽ ഫീൽഡ് ഈസ് ഈക്വൽ ടു 2 ടൈംസ് ലാംഡ ബൈ 2 pi r epsilon 0. So the answer is lambda by pi r epsilon 0. ഇലക്ട്രിക് ഫീൽഡ് ആയതുകൊണ്ട് യൂണിറ്റ് ന്യൂട്ടൺ പെർ കൂളം. സോ ഇതായിരിക്കും നമ്മുടെ ടോട്ടൽ ഇലക്ട്രിക് ഫീൽഡ്. നെറ്റ് ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ ടുവേർഡ്സ് റൈറ്റ് ആയിരിക്കും. സോ ദ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ 3 ലാംഡ ബൈ pi r epsilon 0 ന്യൂട്ടൺ പെർ കൂളം. ക്വസ്റ്റ്യൻ നമ്പർ 33. ഫോർ എ പി ടൈപ്പ് സെമി കണ്ടക്ടർ വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ട്രൂ. വളരെ എളുപ്പമുള്ളൊരു ചോദ്യമാണ്. സെമി കണ്ടക്ടർ ഡിവൈസ് എന്ന് പറയുന്ന ടോപ്പിക്കിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇവിടുത്തെ ഓപ്ഷൻസ് കാണുമ്പോൾ തന്നെ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ആൻസർ കണ്ടെത്താവുന്നതേ ഉള്ളൂ. പി ടൈപ്പ് സെമി കണ്ടക്ടറിനെ കുറിച്ച് താഴെ പറയുന്നതിൽ ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് ഏതെന്നാണ്. അപ്പോൾ നമ്മൾ ആദ്യം അറിയേണ്ടത് മെറ്റീരിയൽസിനെ അവരുടെ കണ്ടക്ടിവിറ്റിയുടെ അടിസ്ഥാനത്തിൽ നമ്മൾ 3ആയി ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്: കണ്ടക്ടർ, ഇൻസുലേറ്റർ ആൻഡ് സെമി കണ്ടക്ടർ. ആ സെമി കണ്ടക്ടേഴ്സ് എന്ന് പറയുന്നത് യൂഷ്വലി അവർ 14th ഗ്രൂപ്പ് എലമെൻറ്റ്സ് ആയിരിക്കും. അതിൽ തന്നെ സിലിക്കൺ, ജെർമേനിയം ഇവ രണ്ടുപേരെയാണ് നമ്മൾ സാധാരണയായിട്ട് ഉപയോഗിക്കുന്ന രണ്ട് സെമി കണ്ടക്ടർ ക്രിസ്റ്റലുകൾ. അപ്പോൾ പ്യുവർ ഫോം ഓഫ് സെമി കണ്ടക്ടേഴ്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇൻട്രിൻസിക് സെമി കണ്ടക്ടർ. ഇൻട്രിൻസിക് സെമി കണ്ടക്ടർ. ഈ സെമി കണ്ടക്ടേഴ്സിൻ്റെ കണ്ടക്ടിവിറ്റി നമുക്ക് വേരി ചെയ്യിക്കാൻ, കൺട്രോൾ ചെയ്യിക്കാൻ പറ്റും, ഇൻക്രീസ് ചെയ്യിക്കാൻ പറ്റും ബൈ ആഡിങ് സം ഇംപ്യൂരിറ്റീസ്. അപ്പോൾ ഇൻട്രിൻസിക് മെറ്റീരിയൽസിനോടൊപ്പം അല്പം ഇംപ്യൂരിറ്റീസ് നമ്മൾ ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് കണ്ടക്ടിവിറ്റി കൂടിയ സെമി കണ്ടക്ടേഴ്സ് കിട്ടും. അവരെ വിളിക്കുന്ന പേരാണ് എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടർ. എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടേഴ്സ്. ഈ എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടേഴ്സ് 2 തരത്തിലാകാം. അതിനെ പി ടൈപ്പ് എന്നും എൻ ടൈപ്പ് എന്നുമാണ് നമ്മൾ വിളിക്കുന്നത്. അല്ലെങ്കിൽ പോസിറ്റീവ് ടൈപ്പ് ക്രിസ്റ്റലും നെഗറ്റീവ് ടൈപ്പ് ക്രിസ്റ്റലും എന്നാണ് വിളിക്കുന്നത്. ഇവിടുത്തെ ചോദ്യം പി ടൈപ്പ് ക്രിസ്റ്റലിൻ്റെ പ്രത്യേകതയാണ്. നമുക്കറിയാം പി ടൈപ്പ് ക്രിസ്റ്റൽ നമ്മൾ എങ്ങനെയാണ് ഫോം ചെയ്യുന്നത്. ഇൻട്രിൻസിക് സെമി കണ്ടക്ടറിനോടൊപ്പം, ഇൻട്രിൻസിക് അഥവാ പ്യുവർ ഫോം ഓഫ് സെമി കണ്ടക്ടറിനോടൊപ്പം നമ്മൾ ആഡ് ചെയ്യുന്നത് 13th ഗ്രൂപ്പിലെ ഇംപ്യൂരിറ്റി ആണെങ്കിൽ, 13th ഗ്രൂപ്പിൽ അല്ലെങ്കിൽ ട്രൈവാലന്റ് ഡോപ്പൻ്റ് ആണ് ചേർക്കുന്നതെങ്കിൽ നമുക്ക് കിട്ടുന്നത് പി ടൈപ്പ് ക്രിസ്റ്റലാണ്. ആ പി ടൈപ്പ് സെമി കണ്ടക്ടറിൻ്റെ പ്രത്യേകത അവിടുത്തെ മെജോറിറ്റി കാരിയേഴ്സ് എന്ന് പറയുന്നത് ഹോളുകളായിരിക്കും. മെജോറിറ്റി കാരിയേഴ്സ് ഹോൾസ് ആണ്. അതുപോലെ തന്നെ മൈനോറിറ്റി ചാർജ് കാരിയേഴ്സ് എന്ന് പറയുന്നത് ഇലക്ട്രോണുകളുമായിരിക്കും. അപ്പോൾ പി ടൈപ്പ് സെമി കണ്ടക്ടർ എന്ന് പറയുന്നത് ഒരു എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടർ ആണ്. ആ എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടർ നമുക്ക് കിട്ടണമെങ്കിൽ അതിനോടൊപ്പം നമ്മൾ ആഡ് ചെയ്യേണ്ട ഇംപ്യൂരിറ്റി 13th ഗ്രൂപ്പ് എലമെന്റ് അഥവാ ട്രൈവാലന്റ് ഡോപ്പന്റുകളെയാണ് ചേർക്കേണ്ടത്. അവിടുത്തെ മെജോറിറ്റി കാരിയേഴ്സ് ഹോളുകളും മൈനോറിറ്റി കാരിയേഴ്സ് ഇലക്ട്രോണുകളുമായിരിക്കും. ഇനി നമ്മൾ ഓപ്ഷൻസിലേക്ക് നോക്കുമ്പോൾ നമുക്ക് കിട്ടും ഓപ്ഷൻ 2. Holes are majority carriers and trivalent atoms are dopant. So the right option is option 2. Question number 34. Which of the following act as a circuit protection device? താഴെ പറയുന്നതിൽ ഒരു സർക്യൂട്ടിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഡിവൈസ് ഏതാണ്? ഓപ്ഷൻസ് ഇങ്ങനെയാണ്: കണ്ടക്ടേഴ്സ്, ഇൻഡക്ടേഴ്സ്, സ്വിച്ച് ആൻഡ് ഫ്യൂസ്. നമുക്കറിയാം കണ്ടക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ ഇലക്ട്രിസിറ്റിയെ കടത്തിവിടുന്ന വസ്തുക്കളെല്ലാം നമ്മൾ കണ്ടക്ടേഴ്സ് എന്നാണ് വിളിക്കുന്നത്. നമ്മുടെ സാധാരണ കോപ്പർ വയേഴ്സ് എല്ലാം കണ്ടക്ടറാണ്. ഇൻഡക്ടർ എന്ന് പറഞ്ഞാൽ കോയിലാണ്. അത് AC കറണ്ടിനെ ഒപ്പോസ് ചെയ്യുന്ന ഒരു കമ്പോണൻ്റ് ആണ് ഇൻഡക്ടർ. സ്വിച്ച് ഒരു സർക്യൂട്ടിനെ ഓപ്പറേറ്റ് ചെയ്യാനാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ 4ാമത്തെ ഓപ്ഷൻ ഫ്യൂസ്. ഫ്യൂസ് എന്തിനു വേണ്ടിയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്? ഒരു സർക്യൂട്ടിൽ എക്സസ് ആയിട്ട് കറണ്ട് വരുന്ന സിറ്റുവേഷൻ ഉണ്ടായാൽ അത് ഓവർലോഡിങ് വഴിയോ അല്ലെങ്കിൽ ഷോർട്ട് സർക്യൂട്ട് വഴിയൊക്കെ കറണ്ട് എക്സസ് ആവുന്ന സമയത്ത് സർക്യൂട്ടിനെ പ്രൊട്ടക്ട് ചെയ്യുന്നൊരു ഡിവൈസാണ് ഫ്യൂസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മുടെ റൈറ്റ് ആൻസർ ഓപ്ഷൻ 4 ഫ്യൂസ് ആണ്. ഇനി ഫ്യൂസിനെ കുറിച്ച് നമുക്ക് അറിയാൻ കുറച്ചുകൂടി അറിഞ്ഞിരിക്കേണ്ട കുറച്ച് പോയിന്റ്സ് കൂടി പറയാൻ പോവാണ്. ഫ്യൂസ് സാധാരണഗതിയിൽ നമ്മൾ ഉപയോഗിക്കുന്നത് ഹീറ്റിംഗ് എഫക്റ്റിനെ ബേസ് ചെയ്തിട്ടാണ് ഇത് വർക്ക് ചെയ്യുക. നമ്മുടെ ഫ്യൂസ് വയർ എന്ന് പറയുന്നത് ഹീറ്റിംഗ് എഫക്റ്റിനനുസരിച്ച് ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അത് ബേൺ ചെയ്ത് പോവുകയും സർക്യൂട്ടിനെ പ്രൊട്ടക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഫ്യൂസ് വയറിൽ ഉപയോഗിക്കുന്നത് ഹീറ്റിംഗ് എഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കറണ്ടാണ്. ഈ ഫ്യൂസ് വയറായി നമ്മൾ ഉപയോഗിക്കുന്ന മെറ്റീരിയൽ എന്ന് പറയുന്നത് ടിന്നിൻ്റെയും ലെഡിൻ്റെയും കൂടി അലോയാണ്. 63% ടിന്നും 37% ലെഡും കൂടി ചേർന്ന ഒരു അലോയിയാണ് നമ്മളെപ്പോഴും ഫ്യൂസ് വയറായിട്ട് ഉപയോഗിക്കുക. ഒരു ഫ്യൂസ് വയറിന് വേണ്ട ക്വാളിറ്റീസ് എന്തൊക്കെയാണ്, പ്രത്യേകതകൾ എന്തൊക്കെയാണ്? അതിന് റെസിസ്റ്റൻസ് വളരെ കൂടുതലായിരിക്കണം, റെസിസ്റ്റൻസ് ഹൈ ആയിരിക്കണം. ഇനി അതിൻ്റെ മെൽറ്റിംഗ് പോയിന്റ് എന്ന് പറയുന്നത് ലോ ആയിരിക്കണം. അപ്പോൾ ഒരു ഫ്യൂസ് വയർ വർക്ക് ചെയ്യുന്നത് ഹീറ്റിംഗ് എഫക്റ്റിനെ ബേസ് ചെയ്തിട്ടാണ്.
ഹീറ്റിംഗ് നമ്മൾ ഫ്യൂസ് വെയർ ആയിട്ട് ഉപയോഗിക്കുന്ന മെറ്റീരിയൽ ടിന്നിൻ്റെയും ലെഡിൻ്റെയും കൂടി അലോയ് ആണ്. അതിൻ്റെ കോമ്പിനേഷൻ 63%, 37%. റെസിസ്റ്റൻസ് ഹൈ ആയിരിക്കണം, മെൽറ്റിംഗ് പോയിന്റ് ലോ ആയിരിക്കണം. ഇനി ഒരു ഫ്യൂസ് വെയറിന് താങ്ങാൻ കഴിയുന്ന മാക്സിമം സേഫ് കറണ്ട് ത്രൂ എ ഫ്യൂസ് വെയർ എന്ന് പറയുന്നത് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു R⁻³ ആയിരിക്കും. ഓർത്തിരിക്കുക, R എന്ന് പറയുന്നത് ഫ്യൂസ് വെയറിൻ്റെ റേഡിയസ് ആണ്. അപ്പോൾ മാക്സിമം സേഫ് കറണ്ട് ത്രൂ എ ഫ്യൂസ് വെയർ എന്ന് പറയുന്നത് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു R⁻³ അല്ലെങ്കിൽ I² ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു R³ ആണ്. അപ്പോൾ ചിലപ്പോൾ ഓപ്ഷൻ ഇങ്ങനെ ആയിരിക്കും, I² ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു R³ എന്ന്. ഇനി ഹീറ്റിംഗ് എഫക്റ്റ് ഉപയോഗിച്ച് വർക്ക് ചെയ്യുന്ന ഫ്യൂസുകൾക്ക് പകരം ഇപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്നത് MCB ആണ്, മിനിയേച്ചർ സർക്യൂട്ട് ബ്രേക്കറുകളാണ്. അവിടെ ഉപയോഗിക്കുന്നത് മാഗ്നറ്റിക് എഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കറണ്ട് ആണ്. അപ്പോൾ ഓർക്കുക, നോർമൽ ഫ്യൂസ് വെയർ ആണെങ്കിൽ ഹീറ്റിംഗ് എഫക്റ്റ്, MCB ആണെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ് അല്ലെങ്കിൽ മാഗ്നറ്റിക് എഫക്റ്റ് ഉപയോഗിച്ചാണ് വർക്ക് ചെയ്യുന്നത്. മാക്സിമം സേഫ് കറണ്ട് I പ്രൊപ്പോർഷണൽ ടു R⁻³ ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 35. A parallel plate capacitor of capacitance 20 microfarad is being charged by a voltage source whose potential is changing at the rate of 3 volt per second. The conduction current through the connecting wire and the displacement current through the plates of the capacitor would be respectively. അപ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് കറണ്ട് എന്നുള്ള ഒരു പാഠഭാഗത്തു നിന്നാണ് നമുക്ക് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. ഒരു പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ, അതിൻ്റെ കപ്പാസിറ്റൻസ് 20 മൈക്രോഫാരഡാണ്. അപ്പോൾ ഒരു കപ്പാസിറ്റർ നമ്മൾ ചാർജ് ചെയ്യുന്ന സമയത്ത് കപ്പാസിറ്ററിൽ ഒരു സെല്ലുമായി കണക്ട് ചെയ്ത് നമ്മൾ ചാർജ് ചെയ്യുന്നു. ഇനിഷ്യലി കപ്പാസിറ്ററിലെ ചാർജ് 0 ആണ്. ചാർജിങ് സ്റ്റാർട്ട് ചെയ്യുന്നതിനനുസരിച്ച് കപ്പാസിറ്ററിലെ ചാർജ് 0-ൽ നിന്ന് ബിൽഡ് ചെയ്ത് ക്യൂവിലേക്ക് പോകുന്നു. അപ്പോൾ ഇവിടുത്തെ ചാർജ് വേരി ചെയ്യുന്നുണ്ട്. പ്ലേറ്റുകളിലെ ചാർജ് വേരി ചെയ്യുന്നതിനനുസരിച്ച് അവിടുത്തെ ഇലക്ട്രിക് ഫീൽഡ് വേരി ചെയ്യും, ഇലക്ട്രിക് ഫ്ലക്സ് വേരി ചെയ്യും. ഈ ഇലക്ട്രിക് ഫ്ലക്സിൻ്റെ വേരിയേഷനാണ് ഇവിടെ ഡിസ്പ്ലേസ്മെൻറ്റ് കറണ്ടിന് കാരണം. അപ്പോൾ ഒരു കപ്പാസിറ്റർ ചാർജ് ചെയ്യുന്ന സമയത്തും ഡിസ്ചാർജ് ചെയ്യുന്ന സമയത്തും മാത്രമേ ചാർജ് വേരി ചെയ്യൂ. ആ ചാർജ് വേരി ചെയ്യുന്ന സമയത്ത് മാത്രമാണ് ഫ്ലക്സ് വേരി ചെയ്യുക. ആ ഫ്ലക്സ് വേരി ചെയ്യുന്ന സമയത്ത് മാത്രം ഉണ്ടാകുന്ന കറണ്ടിൻ്റെ പേരാണ് ഡിസ്പ്ലേസ്മെൻറ്റ് കറണ്ട്. ഈ സർക്യൂട്ടിലൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ടിൻ്റെ പേര് കണ്ടക്ഷൻ കറണ്ട് എന്നും ഈ പ്ലേറ്റുകൾക്കിടയിലൂടെ പോകുന്ന കറണ്ടിൻ്റെ പേര് ഡിസ്പ്ലേസ്മെൻറ്റ് കറണ്ട് എന്നുമാണ്. അപ്പോൾ ഇവിടെ നമുക്ക് കപ്പാസിറ്ററിൻ്റെ കപ്പാസിറ്റൻസ് തന്നിരിക്കുന്നു. C = 20 മൈക്രോ ഫാരഡാണ്. ഇനി അതിൻ്റെ കപ്പാസിറ്റൻസിൻ്റെ ഈ സെല്ലിൻ്റെ വോൾട്ടേജ് വേരി ചെയ്യുന്നത് dV/dt, വോൾട്ടേജ് വേരി ചെയ്യുന്ന റേറ്റ് 3 വോൾട്ട് പെർ സെക്കൻഡ് ആണ്. അങ്ങനെയെങ്കിൽ നമുക്ക് ഡിസ്പ്ലേസ്മെൻറ്റ് കറണ്ട് കാൽക്കുലേറ്റ് ചെയ്യണം, അതുപോലെ കണ്ടക്ഷൻ കറണ്ടും കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ നമ്മൾ ആദ്യം അറിയേണ്ടത് ഡിസ്പ്ലേസ്മെൻറ്റ് കറണ്ടും കണ്ടക്ഷൻ കറണ്ടും തമ്മിലുള്ള റിലേഷനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. അപ്പോൾ സർക്യൂട്ടിലെ കണക്റ്റിംഗ് വയറിലൂടെ പോകുന്ന കറണ്ടിൻ്റെ പേര് കണ്ടക്ഷൻ കറണ്ട്. പ്ലേറ്റുകൾക്കിടയിലൂടെ കപ്പാസിറ്റർ ചാർജ് ചെയ്യുകയോ ഡിസ്ചാർജ് ചെയ്യുകയോ സമയത്ത് പാസ് ചെയ്യുന്ന കറണ്ടിൻ്റെ പേരാണ് ഡിസ്പ്ലേസ്മെൻറ്റ് കറണ്ട്. ഈ ഡിസ്പ്ലേസ്മെൻറ്റ് കറണ്ട് എന്ന് പറയുന്നത് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഇലക്ട്രിക് ഫ്ലക്സ് ബിറ്റ്വീൻ ദ പ്ലേറ്റ്സ് ആയിരിക്കും. ID പ്രൊപ്പോർഷണൽ ടു dφ/dt ആണ്. അപ്പോൾ അവിടെ നിന്ന് നമുക്ക് ID = ε0 ടൈംസ് dφ/dt എന്ന് എഴുതാം. ഇനി ഈ ഡിസ്പ്ലേസ്മെൻറ്റ് കറണ്ടും കണ്ടക്ഷൻ കറണ്ടും ന്യൂമറിക്കലി ഈക്വൽ ആയിരിക്കും. ഡിസ്പ്ലേസ്മെൻറ്റ് കറണ്ട് എക്സിസ്റ്റ് ചെയ്യുന്നത് ബിറ്റ്വീൻ ദ പ്ലേറ്റ്സ് ആണെങ്കിൽ കണ്ടക്ഷൻ കറണ്ട് ഈ കണക്റ്റിംഗ് വയേഴ്സിലൂടെ ആയിരിക്കും പാസ് ചെയ്യുക. പക്ഷേ രണ്ടുപേരും മാഗ്നിറ്റ്യൂഡ് വൈസ് ഈക്വൽ ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഡിസ്പ്ലേസ്മെൻറ്റ് കറണ്ടിന് കണ്ടക്ഷൻ കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത് പോലെ തന്നെ ഒരു സെയിം മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിവുണ്ട്. അപ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് കറണ്ടിൻ്റെ പ്രോപ്പർട്ടീസ് ഇതൊക്കെയാണ്. ഡിസ്പ്ലേസ്മെൻറ്റ് കറണ്ട് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഇലക്ട്രിക് ഫ്ലക്സ്, ദാറ്റ് ഈസ് ഈക്വൽ ടു ε0 ടൈംസ് dφ/dt. ഡിസ്പ്ലേസ്മെൻറ്റ് കറണ്ട് ഈസ് ഈക്വൽ ടു കണ്ടക്ഷൻ കറണ്ട്. ഡിസ്പ്ലേസ്മെൻറ്റ് കറണ്ടും കണ്ടക്ഷൻ കറണ്ടും പ്രൊഡ്യൂസ് ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡുകൾ സെയിം ആയിരിക്കും. സർക്യൂട്ടിൻ്റെ പ്ലേറ്റുകൾക്കിടയിൽ ഡിസ്പ്ലേസ്മെൻറ്റ് കറണ്ടും പ്ലേറ്റുകൾക്ക് പുറത്ത് കണ്ടക്ഷൻ കറണ്ടും ഉണ്ടാകും. ഈ രണ്ടുപേരും കൂടി ചേർന്നാൽ മാത്രമേ സർക്യൂട്ടിന് കണ്ടിന്യൂറ്റി എന്ന് പറയുന്ന ഒരു പ്രോപ്പർട്ടി ഉണ്ടാവുകയുള്ളൂ. പക്ഷേ രണ്ടുപേരും ഡിസ്കണ്ടിന്യൂസ് ആയിരിക്കും അറ്റ് എ പർട്ടിക്കുലർ പോയിന്റ്. ഒരു പോയിന്റിൽ കണ്ടക്ഷൻ കറണ്ട് മാത്രമേ ഉണ്ടാവൂ, ഇവിടെയാണെങ്കിൽ ഡിസ്പ്ലേസ്മെൻറ്റ് കറണ്ട് മാത്രമേ ഉണ്ടാവൂ. ഓക്കെ, അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യനിലേക്ക് വരികയാണെങ്കിൽ നമുക്കറിയാം ചാർജ് Q = CV ആണ്. അപ്പോൾ ഇവിടെ നിന്ന് കണ്ടക്ഷൻ കറണ്ട് കണ്ടുപിടിക്കാൻ കണ്ടക്ഷൻ കറണ്ട് I = റേറ്റ് ഓഫ് ഫ്ലോ ഓഫ് ചാർജ് dQ/dt ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു C × dV/dt ആണ്. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ അനുസരിച്ച് സിയുടെ വാല്യൂ 20 മൈക്രോ ഫാരഡ് ഇൻറ്റു dV/dt 3 വോൾട്ട് പെർ സെക്കൻഡ് ആണ്. അങ്ങനെയെങ്കിൽ ആൻസർ 60 മൈക്രോ ആംപിയർ ആയിരിക്കും കണ്ടക്ഷൻ കറണ്ട്. കണ്ടക്ഷൻ കറണ്ട് IC 60 മൈക്രോ ആംപിയർ ആണെങ്കിൽ അത് തന്നെ ആയിരിക്കണം ഡിസ്പ്ലേസ്മെൻറ്റ് കറണ്ട്.
അങ്ങനെയെങ്കിൽ നമ്മുടെ ശരിയായിട്ടുള്ള ആൻസർ ഇതാണ്. കണ്ടക്ഷൻ കറണ്ട് ഡിസ്പ്ലേസ്മെന്റ് കറണ്ട് എന്ന് പറയുന്നത് 60 മൈക്രോ ആംപിയർ 60 മൈക്രോ ആംപിയർ ആയിരിക്കണം. സോ ദ റൈറ്റ് ഓപ്ഷൻ ഈസ് ഓപ്ഷൻ 2. ക്വസ്റ്റ്യൻ നമ്പർ 36. In the circuit shown below, the readings of voltmeters and ammeters will be. രണ്ട് സർക്യൂട്ടുകളാണ് നമുക്ക് തന്നിരിക്കുന്നത്. ഈ സർക്യൂട്ടുകളിലെ വോൾട്ട്മീറ്ററിൻ്റെ റീഡിംഗ് കണ്ടെത്തണം, അതുപോലെ അമ്മീറ്റർ റീഡിംഗ് നമുക്ക് കണ്ടെത്തണം. നമുക്കറിയാം വോൾട്ട്മീറ്റേഴ്സ് എപ്പോഴും പൊട്ടൻഷ്യൽ ഡിഫറൻസ് മെഷർ ചെയ്യുന്നതിന് ഉപയോഗിക്കുന്നു. അമ്മീറ്റർ ആണെങ്കിൽ കറണ്ട് കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഉപയോഗിക്കുക. അപ്പോൾ ഒന്നാമത്തെ സർക്യൂട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഒരു 10 ഓമിൻ്റെ റെസിസ്റ്റർ, അതിന് പാരലായി ഒരു വോൾട്ട്മീറ്റർ V1 ഉണ്ട്. സർക്യൂട്ടിലെ കറണ്ട് റീഡ് ചെയ്യുന്നതിന് വേണ്ടി സീരീസായി ഒരു അമ്മീറ്റർ A1 കണക്ട് ചെയ്തിരിക്കുന്നു. സെല്ലിൻ്റെ വോൾട്ടേജ് 10 വോൾട്ടാണ്. അപ്പോൾ നമുക്കറിയാം സർക്യൂട്ടിൽ മറ്റ് റെസിസ്റ്ററുകളൊന്നും തന്നെയില്ല, ആകെ ഒരു റെസിസ്റ്റർ 10 ഓം മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ കൊടുക്കുന്ന വോൾട്ടേജ് കംപ്ലീറ്റ് ആയി 10 ഓമിന് അക്രോസ് ആയിരിക്കും ഡ്രോപ്പ് ചെയ്യുക. ആ 10 ഓമിന് അക്രോസ് ഡ്രോപ്പ് ചെയ്യുന്ന വോൾട്ടേജ് ആണ് V1 റീഡ് ചെയ്യുന്നത്, അത് 10 വോൾട്ട് തന്നെയായിരിക്കും. അപ്പോൾ നമുക്ക് എഴുതാം V1 is equal to 10 വോൾട്ട്. കാരണം സർക്യൂട്ടിൽ ഒരു ഒറ്റ റെസിസ്റ്ററേ ഉള്ളൂ. അപ്പോൾ നമ്മൾ അപ്ലൈ ചെയ്ത വോൾട്ടേജ് കംപ്ലീറ്റ് ആയി ഡ്രോപ്പ് ആകുന്നത് ആ ഒരൊറ്റ റെസിസ്റ്ററിന് അക്രോസ് മാത്രമായിരിക്കും. ഓക്കെ, സോ V1 is equal to 10 വോൾട്ട്. ഇനി നമുക്ക് സർക്യൂട്ടിലെ കറണ്ട് കാൽക്കുലേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ആ കറണ്ടാണ് അമ്മീറ്ററിൻ്റെ റീഡിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ അമ്മീറ്റർ റീഡിംഗ് കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ കറണ്ട് വേണമെങ്കിൽ നമുക്കറിയാം ഇക്വേഷൻ I is equal to അപ്ലൈഡ് വോൾട്ടേജ് ഡിവൈഡഡ് ബൈ റെസിസ്റ്റൻസ്. അപ്ലൈഡ് വോൾട്ടേജ് 10 ആണ്, സർക്യൂട്ടിൻ്റെ റെസിസ്റ്റൻസ് ഒരേ ഒരു റെസിസ്റ്ററേ ഉള്ളൂ, അത് 10 ആണ്. സോ ദ ആൻസർ ഈസ് 1 ആംപിയർ. സോ നമ്മുടെ അമ്മീറ്റർ റീഡിംഗ് A1 is equal to 1 ആംപിയർ. ഇതാണ് നമ്മുടെ ഒന്നാമത്തെ സർക്യൂട്ടിൽ നിന്ന് നമുക്ക് കിട്ടുന്ന വാല്യൂസ്. വോൾട്ടേജ് 10 വോൾട്ട്, കറണ്ട് 1 ആംപിയർ ആണ്. ഇനി രണ്ടാമത്തെ സർക്യൂട്ടിലേക്ക് നോക്കാം. രണ്ടാമത്തെ സർക്യൂട്ടിൽ നമുക്ക് 2 റെസിസ്റ്റേഴ്സ് കാണാം. 10 ഓമിൻ്റെ 2 റെസിസ്റ്റേഴ്സ് പാരലായി കണക്ട് ചെയ്തിരിക്കുന്നു. ആ രണ്ടാമത്തെ ബ്രാഞ്ചിലാണ് ഒരു വോൾട്ടേജ് സോഴ്സ്, ഒരു വോൾട്ട്മീറ്റർ V2 നമ്മൾ കണക്ട് ചെയ്തിരിക്കുന്നത്. നമുക്കറിയാം വോൾട്ട്മീറ്റർ എന്ന് പറയുന്ന ഒരു ഹൈ റെസിസ്റ്റൻസ് ഡിവൈസ് ആണ്. അപ്പോൾ ഒരു കാരണവശാലും സർക്യൂട്ടിലെ മെയിൻ കറണ്ട് ഈ വോൾട്ട്മീറ്ററിൻ്റെ ബ്രാഞ്ചിലേക്ക് പോകാൻ പാടില്ല. അപ്പോൾ ഇതൊരു ഐഡിയൽ വോൾട്ട്മീറ്റർ ആണെങ്കിൽ സർക്യൂട്ടിലെ മെയിൻ കറണ്ട് സർക്യൂട്ടിലെ റെസിസ്റ്ററായ 10 ഓമിലൂടെ മാത്രം കടന്നു പോകണം, ഈ ബ്രാഞ്ചിലേക്ക് വരാൻ പാടില്ല. കാരണം റെസിസ്റ്റൻസ് വളരെ കൂടുതലാണ്. അങ്ങനെയെങ്കിൽ ഇപ്പോൾ നമ്മുടെ കറണ്ട് കടന്നു പോകുന്നത് ഈ 10 ഓമിലൂടെ മാത്രമാണ്. അപ്പോൾ വോൾട്ടേജ് ഡ്രോപ്പ് ചെയ്യുന്നത് ഈ 10 ഓമിന് അക്രോസ് മാത്രമാണ്. ആ 10 ഓമിന് അക്രോസ് ഡ്രോപ്പ് ചെയ്യുന്ന വോൾട്ടേജ് എന്ന് പറയുന്നത് അപ്ലൈഡ് വോൾട്ടേജ് തന്നെയാണ്. അങ്ങനെയെങ്കിൽ നമ്മുടെ വോൾട്ടേജ് V2 is equal to 10 വോൾട്ട് തന്നെയാണ്. കാരണം ഈ സർക്യൂട്ടിലൂടെ വരുന്ന മെയിൻ കറണ്ടായ I2 ഡിവൈഡ് ചെയ്ത് ബ്രാഞ്ച് ചെയ്ത് ഇങ്ങോട്ട് പോകാൻ പാടില്ല. ഇതൊരു ഐഡിയൽ വോൾട്ട്മീറ്റർ ആണ്, റെസിസ്റ്റൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ കറണ്ട് പോകുന്നത് ഈ 10 ഓമിലൂടെ, വോൾട്ടേജ് ഡ്രോപ്പ് ചെയ്യുന്നതും 10 ഓമിലാണ്. ആ വോൾട്ടേജ് ഡ്രോപ്പ് എന്ന് പറയുന്നത് അപ്ലൈഡ് വോൾട്ടേജ് തന്നെയായിരിക്കും. ഇനി ആ സർക്യൂട്ടിലെ കറണ്ട് I2 നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. സർക്യൂട്ടിലെ കറണ്ട് I2 is equal to അപ്ലൈഡ് വോൾട്ടേജ് ഡിവൈഡഡ് ബൈ സർക്യൂട്ടിലെ റെസിസ്റ്റൻസ്. ഈ സർക്യൂട്ടിൽ 2 റെസിസ്റ്റേഴ്സ് ഉണ്ടെങ്കിലും ഈ 10 ഓം ബ്രാഞ്ചിലൂടെ കറണ്ട് പോകാത്തതുകൊണ്ട് ഇത് ഇൻഎഫക്റ്റീവ് ആണ്. അപ്പോൾ സർക്യൂട്ടിന്റെ നെറ്റ് റെസിസ്റ്റൻസ് ഈ 10 ഓം തന്നെയാണ്. സോ കറണ്ട് I is equal to അപ്ലൈഡ് വോൾട്ടേജ് 10/10 ഓം, ദാറ്റ് ഈസ് ഈക്വൽ ടു 1 ആംപിയർ. അപ്പോൾ ഇവിടെയും കറണ്ട് I2 is equal to 1 ആംപിയർ തന്നെ. ഈ 2 സർക്യൂട്ടുകളും നമ്മൾ കമ്പയർ ചെയ്താൽ 2 സർക്യൂട്ടുകളിലെയും വോൾട്ടേജുകൾ V1 10 വോൾട്ട് ആൻഡ് V2 10 വോൾട്ട്, കറണ്ട് A1 A2 രണ്ടും എന്ത് തന്നെയാണ് 1 ആംപിയർ ആണ്. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് എത്താൻ പറ്റുന്ന ഇൻഫറൻസ് ഇതാണ്, V1 is equal to V2 ആണ്, അതുപോലെ A1 is equal to A2 ആണ്. നമ്മുടെ ശരിയായ ഓപ്ഷൻ 3 ആണ്. V1 equal to V2 and I1 equal to I2. Question number 37. An alpha particle consists of. ആൽഫ പാർട്ടിക്കിൾസിനെ കുറിച്ചാണ് ചോദ്യം. ന്യൂക്ലിയ എന്നുള്ള ചാപ്റ്ററിൽ നിന്നുള്ള വളരെ എളുപ്പമുള്ള ഒരു ചോദ്യമാണ്. അപ്പോൾ നമ്മൾ അറിയണം ആരാണ് ആൽഫ പാർട്ടിക്കിൾ. ന്യൂക്ലിയർ ഡീകെ നമ്മൾ പഠിക്കുമ്പോൾ 3 തരത്തിലുള്ള ഡീകെ, ആൽഫ, ബീറ്റ ആൻഡ് ഗാമ ഡീകെ ആണ് പഠിക്കുക. അപ്പോൾ ആൽഫ ഡീകെയിൽ നമ്മൾ പറയുന്നുണ്ട് ആൽഫ പാർട്ടിക്കിൾ. ആൽഫ പാർട്ടിക്കിൾ ആർക്ക് ഇക്വലൻ്റ് ആണ്? ഒരു ഹീലിയത്തിൻ്റെ ന്യൂക്ലിയസിന് ഇക്വലൻ്റ് ആണ്. ഹീലിയം 2He4 ആണ്. ഹീലിയത്തിൻ്റെ ന്യൂക്ലിയസിൽ 4 പാർട്ടിക്കിൾസ് ഉണ്ട്. ആ 4 പാർട്ടിക്കിൾസിൽ 2 പേര് പ്രോട്ടോണുകളാണ്. 2 പ്രോട്ടോണുകളും 2 ന്യൂട്രോണുകളുമാണ് ഉള്ളത്. അപ്പോൾ ഒരു ഹീലിയം ന്യൂക്ലിയസിന് തുല്യമാണ് ആൽഫ. അതുകൊണ്ട് തന്നെ ആൽഫ കൺസിസ്റ്റ് ചെയ്യുന്ന പാർട്ടിക്കിൾസ് 2 പ്രോട്ടോണുകളും 2 ന്യൂട്രോണുകളുമാണ്. നമ്മുടെ ശരിയായിട്ടുള്ള ഓപ്ഷൻ 1 ആണ്. ഇനി ആൽഫ പാർട്ടിക്കിൾ ഡീകെ നടക്കുമ്പോൾ നമ്മുടെ ന്യൂക്ലിയയ്ക്ക് ഉണ്ടാകുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ്? നമുക്കറിയാം അറ്റോമിക് നമ്പർ Z, മാസ് നമ്പർ A ഉള്ള ഒരു എലമെൻറ്റ് X ആണ്. ഇതിൽ നിന്ന് ഒരു ആൽഫ പാർട്ടിക്കിൾ പുറത്തേക്ക് പോയാൽ ബാക്കിയാവുന്നത് ഡോട്ടർ ന്യൂക്ലിയൈ അറ്റോമിക് നമ്പർ 2 കുറവും മാസ് നമ്പർ 4 കുറവുമായിരിക്കും.
അപ്പോൾ ഒരു ആൽഫ ഡി കെ നടക്കുന്ന സമയത്ത് ന്യൂക്ലിയസിനുണ്ടാകുന്ന ചേഞ്ച് എന്താണെന്ന് ചോദിച്ചാൽ അറ്റോമിക് നമ്പർ 2 യൂണിറ്റ് കുറയും, മാസ് നമ്പർ 4 യൂണിറ്റ് കുറയുകയും ചെയ്യും. അപ്പോൾ ഇവിടെ ഈ പാരൻറ്റും ഈ നമുക്കുണ്ടായ ഈ ഡോട്ടറും ഇവരുടെ രണ്ടുപേരുടെയും പ്രോട്ടോൺ ന്യൂട്രോൺ ഡിഫറൻസ് എന്ന് പറയുന്നത് സെയിം ആയിരിക്കും. രണ്ടുപേരുടെയും പ്രോട്ടോണുകളുടെയും ന്യൂട്രോണുകളുടെയും ഡിഫറൻസ് എന്ന് പറയുന്നത് സെയിം ആയിരിക്കും. ഇവിടുത്തെ പ്രോട്ടോൺ ന്യൂട്രോൺ ഡിഫറൻസ് എത്രയാണോ അതേ ഡിഫറൻസ് തന്നെയായിരിക്കും ഈ ഡോട്ടർക്ക്. അങ്ങനെ പ്രോട്ടോൺ ന്യൂട്രോൺ ഡിഫറൻസ് സെയിമായി വരുന്നവരെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഐസോഡയഫർ. ഐസോഡയഫർ. അപ്പോൾ ഓർത്തിരിക്കേണ്ട ഒരു പോയിന്റാണ്, നമ്മൾ ഐസോടോപ്പ് ഐസോബാർ ഒക്കെ പഠിക്കുന്നത് പോലെ തന്നെ ആൽഫ ഡി കെ അല്ലെങ്കിൽ ആൽഫ ഡിസിൻറ്റഗ്രേഷൻ നടക്കുന്ന സമയത്ത് പാരന്റിനെയും നമ്മുടെ ഡോട്ടറിനെയും നമ്മൾ വിളിക്കുന്ന പേരാണ് ഐസോഡയഫർ. അവരുടെ പ്രോട്ടോൺ ന്യൂട്രോൺ ഡിഫറൻസ് സെയിം ആയിരിക്കും. ഇനി ഒരു പോയിന്റും കൂടി ആൽഫ പാർട്ടിക്കിളിനെ സംബന്ധിച്ച് ഓർത്തിരിക്കേണ്ടത്, ഈ ആൽഫ ഡി കെ നടന്ന സമയത്ത് റിയാക്ഷന്റെ ക്യൂ വാല്യൂ നമുക്കറിയാമെങ്കിൽ ആൽഫ പാർട്ടിക്കിളിന്റെ കൈനറ്റിക് എനർജി നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. കൈനറ്റിക് എനർജി ഓഫ് ദ ആൽഫ പാർട്ടിക്കിൾ എന്ന് പറയുന്നത് a-4/a ടൈംസ് ദ ക്യൂ വാല്യൂ ആയിരിക്കും. അപ്പോൾ ആൽഫ പാർട്ടിക്കിളിനെ കുറിച്ച് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ചില വിവരങ്ങളാണ് നമ്മൾ ഈ പറയുന്നത്. ആൽഫ പാർട്ടിക്കിൾ ഒരു ഹീലിയത്തിന്റെ ന്യൂക്ലിയസിന് ഇക്വലന്റ് ആണ്. ഹീലിയത്തിന്റെ ന്യൂക്ലിയസിൽ 2 പ്രോട്ടോണുകളും 2 ന്യൂട്രോണുകളുമാണുള്ളത്. നമ്മുടെ ഇവിടുത്തെ ചോദ്യത്തിന് ആൻസർ ഇതാണ്, 2 പ്രോട്ടോണുകളും 2 ന്യൂട്രോണുകളും കൺസിസ്റ്റ് ചെയ്യുകയാണ് ആൽഫ പാർട്ടിക്കിൾ. ഇനി ആൽഫ പാർട്ടിക്കിൾ ഡിസിൻറ്റഗ്രേഷൻ ആൽഫ ഡി കെ നടക്കുന്ന സമയത്ത് ന്യൂക്ലിയസിന് ഉണ്ടാകുന്ന ചേഞ്ച് എന്താണെന്ന് ചോദിച്ചാൽ അറ്റോമിക് നമ്പർ 2 യൂണിറ്റ് കുറയുകയും മാസ് നമ്പർ 4 യൂണിറ്റ് കുറയുകയും ചെയ്യും. ഈ പാരന്റിനെയും ഡോട്ടറിനെയും വിളിക്കുന്ന പേര് ഐസോഡയഫറുകൾ എന്നാണ് വിളിക്കുക. ഒരു ആൽഫ പാർട്ടിക്കിളിന്റെ കൈനറ്റിക് എനർജി കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ആ റിയാക്ഷന്റെ ക്യൂ വാല്യൂ അറിയാമെങ്കിൽ a-4/a ടൈംസ് ക്യൂ ആയിരിക്കും ആൽഫ പാർട്ടിക്കിളിന്റെ കൈനറ്റിക് എനർജി. ക്വസ്റ്റ്യൻ നമ്പർ 38. An electron is accelerated through a potential difference of 10,000 volt. Its de Broglie wavelength is. അപ്പോൾ മാറ്റർ വേവ് എന്ന് പറയുന്ന ടോപ്പിക്കിൽ നിന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആണിത്. നമുക്ക് ഡി ബ്രോഗ്ലി വേവ് ലെങ്ത് കണ്ടുപിടിക്കണം. ഒരു ഇലക്ട്രോൺ ആക്സിലറേറ്റ് ചെയ്യുന്നത് 10,000 വോൾട്ടിലൂടെയാണ്. അപ്പോൾ ഡി ബ്രോഗ്ലി വേവ് ലെങ്തിൻ്റെ പല ഇക്വേഷൻസ് നമുക്കറിയാം. വേവ്സ് പലതരത്തിലുണ്ട്, മാറ്റർ വേവ്, മെക്കാനിക്കൽ വേവ് ആൻഡ് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്. മൂവിംഗ് പാർട്ടിക്കിൾസ് അല്ലെങ്കിൽ മാറ്ററുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് കാണപ്പെടുന്ന വേവുകളെയാണ് മാറ്റർ വേവ് എന്ന് വിളിക്കുക. ഇത് സജസ്റ്റ് ചെയ്തത് ഡി ബ്രോഗ്ലി ആയതുകൊണ്ട് തന്നെ ഈ വേവിൻ്റെ വേവ് ലെങ്തിനെ നമ്മൾ ഡി ബ്രോഗ്ലി വേവ് ലെങ്ത് എന്നാണ് അറിയപ്പെടുക. അപ്പോൾ ഒരു മാസ് എം വെലോസിറ്റി വി ആണെങ്കിൽ ആ മൂവിംഗ് പാർട്ടിക്കിളുമായി അസോസിയേറ്റ് ചെയ്ത വേവ് ലെങ്ത് ലാംഡ ഇസ് ഈക്വൽ ടു എച്ച് ബൈ മൊമെൻറ്റം, എച്ച് ബൈ പി അല്ലെങ്കിൽ എച്ച് ബൈ എം വി ആയിരിക്കും. ഇനി ഈ മൊമെൻറ്റത്തെ നമുക്ക് കൈനറ്റിക് എനർജിയുടെ ടേംസിലേക്ക് മാറ്റിയാൽ ലാംഡ ഇസ് ഈക്വൽ ടു എച്ച് ബൈ റൂട്ട് ഓഫ് 2m ഇൻറ്റു കൈനറ്റിക് എനർജി നമുക്ക് എഴുതാം. വീണ്ടും ഈ കൈനറ്റിക് എനർജി ദാറ്റ് ഈസ് ഈക്വൽ ടു എച്ച് ബൈ റൂട്ട് ഓഫ് 2m. ഒരു ചാർജ് ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസിലൂടെ ആക്സിലറേറ്റ് ചെയ്യുകയാണെങ്കിൽ കൈനറ്റിക് എനർജിയുടെ റിലേഷൻ നമുക്കറിയാം EV. ഇനി ഒരു ഗ്യാസ് മോളിക്യൂൾ ആണെങ്കിൽ ലാംഡ ഇസ് ഈക്വൽ ടു എച്ച് ബൈ റൂട്ട് 2m. ഗ്യാസ് മോളിക്യൂൾസിന്റെ കൈനറ്റിക് എനർജി നമുക്കറിയാം 3/2 kBT ആണ്, ബോൾട്സ്മാൻ കോൺസ്റ്റന്റ് ആണ് KB. അപ്പോൾ ഇവിടെ നമുക്ക് കിട്ടുന്ന റിലേഷൻ ഇങ്ങനെയാണ്, എച്ച് ബൈ റൂട്ട് ഓഫ് 3m kBT. ഇനി ഒരു ചാർജ് ഒരു ഇലക്ട്രോൺ ഒരു പർട്ടിക്കുലർ വോൾട്ടേജിലൂടെ ആക്സിലറേറ്റ് ചെയ്ത് പോവുകയാണെങ്കിൽ ഡി ബ്രോഗ്ലി വേവ് ലെങ്ത് ലാംഡ ഈസ് ഈക്വൽ ടു 12.2 ഡിവൈഡഡ് ബൈ റൂട്ട് വി ആങ്സ്ട്രം ആണ്. നാനോമീറ്റർ ആണെങ്കിൽ 1.2 ഡിവൈഡഡ് ബൈ റൂട്ട് വി ആയിരിക്കും. അപ്പോൾ ഇങ്ങനെ വിവിധങ്ങളായിട്ടുള്ള ഇക്വേഷൻസ് നമ്മൾ ഡി ബ്രോഗ്ലി വേവ് ലെങ്തിന് പഠിച്ചിട്ടുണ്ട്. ലാംഡ ഈസ് ഈക്വൽ ടു എച്ച് ബൈ പി, എച്ച് ബൈ റൂട്ട് 2m KE, റൂട്ട് 2m EV, എച്ച് ബൈ റൂട്ട് 3m KBT, 12.2 ബൈ റൂട്ട് വി ആങ്സ്ട്രം. ഇവിടെ നമ്മുടെ ചോദ്യത്തിൽ ഇലക്ട്രോൺ ഒരു പർട്ടിക്കുലർ വോൾട്ടേജിലൂടെ ആക്സിലറേറ്റ് ചെയ്ത് പോവുകയാണ്. അപ്പോൾ നമുക്ക് യൂസ് ചെയ്യേണ്ട ഇക്വേഷൻ ഇതാണ്. സോ ലാംഡ ഈസ് ഈക്വൽ ടു 12.2 ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് വോൾട്ടേജ് ആക്സിലറേറ്റിംഗ് പൊട്ടൻഷ്യൽ 10,000 ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 12.2 divided by root of 10 raised to 4, that is equal to 10 square angstrom. That is equal to 12.2 into 10 raised to minus 2 angstrom. That is equal to 12.2 into 10 raised to angstrom meter ആകുമ്പോൾ ഒരു minus 10 വരും. So total 10 raised to minus 12 meter. ഇതായിരിക്കും നമ്മുടെ de Broglie wavelength. So the right answer is option 2, 12.2 into 10 raised to minus 12 meter. Question number 39. When an object is shot from the bottom of a long smooth inclined plane kept at an angle 60 degree with the horizontal, it can travel a distance x1 along the plane. But when the inclination is decreased to 30 degree
and the same object shot with the same velocity, it can travel x2 distance, then x1 is to x2 will be. അപ്പോൾ ചോദ്യം ഇങ്ങനെയാണ്, ഇൻക്ലൈൻഡ് പ്ലെയിനിലൂടെ നമ്മളൊരു ബോഡിയെ ഷൂട്ട് ചെയ്യണം മുകളിലേക്ക്. അപ്പോൾ ആദ്യം ആ ബോഡി ഷൂട്ട് ചെയ്തപ്പോൾ അയാൾ x1 ഡിസ്റ്റൻസ് മൂവ് ചെയ്തു, രണ്ടാമത്തെ കേസിൽ അത് x2 ഡിസ്റ്റൻസ് ആണ് മൂവ് ചെയ്തത്. അങ്ങനെയെങ്കിൽ x1 ഈസ് ടു x2 ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമ്മുടെ ഒരു ബോഡി ഇനിഷ്യൽ വെലോസിറ്റി u ആണ്, ഫൈനൽ വെലോസിറ്റി അത് റെസ്റ്റിലേക്ക് പോവാണ്, ആക്സിലറേഷൻ a, ഡിസ്പ്ലേസ്മെൻറ്റ് s. അങ്ങനെയെങ്കിൽ റിലേഷൻ നമുക്കറിയാം v² = u² + 2as ആണ്. ഫൈനലി അത് റെസ്റ്റിലേക്ക് വന്നാൽ u² + 2as = 0 or u² = -2as. ഇവിടെ നിന്ന് s = നമുക്ക് u² / 2a എന്ന് എഴുതാം. ഡിസ്പ്ലേസ്മെൻറ്റ് മൈനസ് നമ്മൾ തന്നെ മാഗ്നിറ്റ്യൂഡ് മാത്രം എടുത്തിരിക്കുകയാണ്. s = u² / 2a. റിട്ടാർഡേഷൻ ആയതുകൊണ്ടാണ് മൈനസ് വന്നിരിക്കുന്നത്. സോ s = u² / 2a. സോ ഈ ബോഡിയുടെ ഡിസ്പ്ലേസ്മെൻറ്റ് ആക്സിലറേഷനുമായിട്ടുള്ള റിലേഷൻ ഇങ്ങനെയാണ്, s = 1/a. അപ്പോൾ നോക്കിയാൽ ബോഡി നമ്മൾ രണ്ട് കേസുകളിലും പ്രൊജക്റ്റ് ചെയ്ത വെലോസിറ്റി സെയിം ആണ്. അങ്ങനെയെങ്കിൽ അവിടുത്തെ ഡിസ്പ്ലേസ്മെൻറ്റുകൾ s1/s2, ഇവിടെ ക്വസ്റ്റ്യനിൽ x1/x2 ദാറ്റ് ഈസ് ഈക്വൽ ടു a2/a1 ആയിരിക്കണം. അപ്പോൾ നമ്മുടെ ഡിസ്പ്ലേസ്മെൻറ്റുകളുടെ അല്ലെങ്കിൽ ആ ഡിസ്റ്റൻസുകളുടെ റേഷ്യോ എന്ന് പറയുന്നത് a2/a1 ആയിരിക്കണം. അപ്പോൾ നമുക്ക് ആക്സിലറേഷനാണ് ശരിക്കും കണ്ടെത്തേണ്ടത്. അപ്പോൾ നമുക്ക് നോക്കാം, ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നു ആദ്യം 60 ഡിഗ്രി ഇൻക്ലൈൻഡ് ആയിട്ടുള്ള ഒരു പ്ലെയിനിലൂടെയാണ് നമ്മളിതിനെ ഷൂട്ട് ചെയ്യുന്നത് മുകളിലേക്ക്. അപ്പോൾ ഇവിടെ നമ്മുടെ ബോഡി ഉണ്ടെന്ന് കരുതുക, ഇത് നമ്മുടെ ബോഡി ആണെങ്കിൽ ഇയാളുടെ ആക്സിലറേഷൻ എത്രയായിരിക്കും? നമുക്കറിയാം ഇതിൻ്റെ വെയ്റ്റ് mg താഴേക്കാണ്, നോർമൽ റിയാക്ഷൻ മുകളിലേക്കാണ്. ഈ mgയുടെ രണ്ട് കമ്പോണൻറ്റുകൾ, സർഫസിന് പാരലായ കമ്പോണൻറ്റ് mg sin θ, ഇത് mg cos θ ആണ്. അപ്പോൾ നമ്മുടെ ബോഡിക്ക് ഉണ്ടാകുന്ന ആക്സിലറേഷൻ എന്ന് പറയുന്നത് g sin θ ആണ് ആക്സിലറേഷൻ. നമുക്കറിയാം ഇൻക്ലൈൻഡ് സർഫസിൽ ബോഡിക്ക് ഉണ്ടാകുന്ന ആക്സിലറേഷൻ എപ്പോഴും ഈ പാരലൽ കമ്പോണൻ്റ് ആയിരിക്കും, അത് g sin θ ആണ്. അപ്പോൾ ആദ്യത്തെ കേസിലെ ആക്സിലറേഷൻ a = g sin 60 ആണ്. രണ്ടാമത്തെ കേസിൽ ഈ ആംഗിൾ റെഡ്യൂസ് ചെയ്ത് 30 ഡിഗ്രിയിലേക്ക് മാറ്റി. റെഡ്യൂസ് ചെയ്ത് 30 ഡിഗ്രിയിലേക്ക് മാറുമ്പോൾ ആക്സിലറേഷൻ എന്ന് പറയുന്നത് g sin 30 ഡിഗ്രി ആണ്. സോ a2 = g sin 30 ഡിഗ്രി. നമുക്ക് വേണ്ടത് x1/x2 ആണ്. സോ x1/x2 = a2/a1. a2 g sin 30 ഡിവൈഡഡ് ബൈ g sin 60 ആണ്. സോ sin 30 1/2, sin 60 √3/2. സോ x1/x2 = 1/√3. സോ ദ റേഷ്യോ ഈസ് 1:√3. അപ്പോൾ നമ്മുടെ ശരിയായിട്ടുള്ള ഓപ്ഷൻ ഇതാണ്, ഓപ്ഷൻ 3, 1:√3. ക്വസ്റ്റ്യൻ നമ്പർ 40. A small hole of area of cross section 2 mm square is present near the bottom of a fully filled open tank of height 2 meter. Acceleration due to gravity 10 meter per second square. The rate of flow of water through the open hole would be nearly. അപ്പോൾ ഒരു കണ്ടെയ്നറിൽ നമ്മൾ വാട്ടർ നിറച്ചിരിക്കുകയാണ്. ആ കണ്ടെയ്നറിൻ്റെ ഏറ്റവും ബോട്ടത്തിലായി ഒരു ഹോളുണ്ട്. ആ ഹോളിലൂടെ പുറത്തേക്ക് പോകുന്ന ലിക്വിഡിൻ്റെ എമൗണ്ട്, ഇതിൻ്റെ ഹൈറ്റ് h എന്ന് പറയുന്നത് 2 മീറ്റർ ആണ്. ഇവിടെയുള്ളൊരു ചെറിയ ഓപ്പണിങ്ങിനെ കുറിച്ചാണ് പറയുന്നത്. ആ ഓപ്പണിങ്ങിൻ്റെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ എന്ന് പറയുന്നത് 2 mm² ആണ്. അപ്പോൾ നമ്മുടെ ഏരിയ = 2 mm². അതുപോലെ ഹൈറ്റ് ഓഫ് ദിസ് വാട്ടർ കോളം ദാറ്റ് ഈസ് 2 മീറ്റർ. നമുക്ക് ഇതിലൂടെ പോകുന്ന റേറ്റ് ഓഫ് ഫ്ലോ ഓഫ് ലിക്വിഡ് ആണ് വേണ്ടത്. റേറ്റ് ഓഫ് ഫ്ലോ ഓഫ് ലിക്വിഡിൻ്റെ ഇക്വേഷൻ നമുക്കറിയാം, ക്വാണ്ടിറ്റി ഓഫ് ലിക്വിഡ് ഫ്ലോൺ ഈസ് ഈക്വൽ ടു AV. ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റിയിൽ നമുക്കറിയാം A1 V1 = A2 V2 എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ക്വാണ്ടിറ്റി ഓഫ് ലിക്വിഡ് ഫ്ലോൺ പെർ സെക്കൻഡ് ഈസ് ഈക്വൽ ടു AV ആണ്. അപ്പോൾ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ നമുക്കറിയാം. ഇനി നമുക്ക് വേണ്ടത് ഈ ഹോളിലൂടെ പുറത്തേക്ക് ലിക്വിഡ് പോകുന്ന വെലോസിറ്റിയാണ് വേണ്ടത്. അപ്പോൾ h ഹൈറ്റിൽ നമ്മൾ ഫില്ല് ചെയ്തിരിക്കുന്ന വാട്ടർ, അപ്പോൾ ഈ h ഡെപ്തിലൂടെ പോകുന്ന വാട്ടറിൻ്റെ വെലോസിറ്റിയാണ് നമുക്ക് വേണ്ടത്. അതാണ് നമ്മൾ വെലോസിറ്റി ഓഫ് ഇഫ്ലക്സ് എന്ന് പറഞ്ഞ് പഠിച്ചിട്ടുണ്ട്. വെലോസിറ്റി ഓഫ് ഇഫ്ലക്സിൻ്റെ ഫോർമുല ഇതാണ്, √2gh. വെലോസിറ്റി ഓഫ് ഇഫ്ലക്സ് ഈസ് ഈക്വൽ ടു √2gh. അങ്ങനെയെങ്കിൽ നമുക്ക് വേണ്ട ക്വാണ്ടിറ്റി ഓഫ് ലിക്വിഡ് ഫ്ലോൺ പെർ സെക്കൻഡ് ഈസ് ഈക്വൽ ടു ഏരിയ ഇൻറ്റു വെലോസിറ്റി ദാറ്റ് ഈസ് ഈക്വൽ ടു √2gh. അപ്പോൾ നമ്മുടെ വാല്യൂസ് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ഏരിയയുടെ വാല്യൂ 2 mm ആണ്. അപ്പോൾ മില്ലിമീറ്ററിനെ മീറ്റർ ആക്കുന്നു, 2 × 10⁻³ മില്ലിമീറ്ററിൻ്റെ സ്ക്വയർ ആണ്. അപ്പോൾ ഇത് 10⁻⁻6 ഇൻറ്റു √2 × g × h. So that is equal to 2 × 2 × √10
into 10 raised to minus 6. That is equal to 4 root 10 into 10 raised to minus 6. അപ്പോൾ root 10 എന്ന് പറയുമ്പോൾ 3 point something, 3 into 4, 12. So the answer should be 12.6 into 10 raised to minus 6 unit meter cube per second. അപ്പോൾ ഒരു സെക്കൻഡിൽ ഈ ഹോളിലൂടെ പുറത്തേക്ക് പോകുന്ന ലിക്വിഡിൻ്റെ അളവ് 12.6 into 10 raised to minus 6 മീറ്റർ ക്യൂബ് ആയിരിക്കും. അപ്പോൾ നമ്മൾ കണ്ടുപിടിച്ചതാണ് ക്വാണ്ടിറ്റി ഓഫ് ലിക്വിഡ് ഫ്ലോൺ ഔട്ട് ത്രൂ ദിസ് സ്മോൾ ഹോൾ, ദാറ്റ് ഈസ് ഈക്വൽ ടു AV, ഏരിയ ഇൻറ്റു വെലോസിറ്റി. ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി പറയുന്നത് A1 V1 ഈക്വൽ ടു A2 V2 അല്ലെങ്കിൽ AV ഈസ് എ കോൺസ്റ്റന്റ്. അപ്പോൾ നമുക്ക് ഇവിടെ ആവശ്യമായിട്ടുള്ളത് ഏരിയയും വെലോസിറ്റിയും ആയിരുന്നു. ഏരിയ ക്വസ്റ്റനിൽ തന്നിരിക്കുന്നു. ഇനി വെലോസിറ്റി നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ H ഡെപ്തിലായതുകൊണ്ട് തന്നെ വെലോസിറ്റി എന്ന് പറയുന്നത് റൂട്ട് 2gh ആയിരിക്കും. അതാണ് വെലോസിറ്റി ഓഫ് റിഫ്ലക്സ്. വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. കിട്ടിയ ആൻസർ ഓപ്ഷൻ 1 ആണ്. 12.6 into 10 raised to minus 6 meter cube per second. Question number 41. The 2 point charges A and B having charges plus Q and minus Q are placed at a certain distance apart and force between them is F. If 25% charge of A is transferred to B, then the force between the charges becomes. അപ്പോൾ ഇലക്ട്രോസ്റ്റാറ്റിക്സ് എന്നുള്ള ടോപ്പിക് എന്നുള്ളൊരു ചോദ്യമാണ്. രണ്ട് ചാർജുകളുണ്ട് A and B. രണ്ട് പോയിന്റ് ചാർജസ് A and B, they are kept at a certain distance. രണ്ട് ചാർജുകൾ A and B അവരെ ഒരു പർട്ടിക്കുലർ ഡിസ്റ്റൻസ് അകലത്തിൽ വെച്ചിരിക്കുകയാണ്. ആ പർട്ടിക്കുലർ ഡിസ്റ്റൻസ് R ആണെന്നിരിക്കട്ടെ. ഇവരുടെ ചാർജുകൾ ഇങ്ങനെയാണ്, ഒരാൾ പ്ലസ് ക്യൂ, ഒരാൾ മൈനസ് ക്യൂ. ഇവർക്കിടയിലുള്ള ഫോഴ്സ് F ആണ് എന്നാണ് ക്വസ്റ്റനിൽ തന്നിരിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം കൂളംസ് ലോ ഉപയോഗിച്ച് ഫ്രീ സ്പേസിലിരിക്കുന്ന രണ്ട് ചാർജുകൾ തമ്മിലുള്ള ഫോഴ്സ്, ദാറ്റ് ഫോഴ്സ് F is equal to 1/4 pi epsilon 0 Q1 Q2 divided by R square. So that is equal to this 1/4 pi epsilon 0 constant K Q square by R square. ഈ ഫോഴ്സിനെയാണ് F എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇനി പറയുന്നു ഇവിടുത്തെ ചാർജ് 25%, 25% ചാർജ് ഓഫ് A is transferred to this B. അങ്ങനെയെങ്കിൽ നമുക്ക് നമ്മുടെ സിസ്റ്റം ഇങ്ങനെ മാറുകയാണ്. AB ചാർജുകൾ, ഇവിടുത്തെ 25% ചാർജ് ഇങ്ങോട്ടത്തേക്ക് പോയി. അപ്പോൾ ഇവിടുത്തെ റിമൈനിങ് ചാർജ് എത്ര ആയിരിക്കും? 75% അല്ലേ? ദാറ്റ് 75% ഈസ് 3/4 ടൈംസ് Q. ക്യൂവിൽ നിന്ന് 25% ചാർജാണ് അങ്ങോട്ടത്തേക്ക് ട്രാൻസ്ഫർ ചെയ്തത്. അപ്പോൾ ഇനി ഇവിടെ ബാക്കിയുള്ളത് 3Q/4 ആണ്. എന്നാൽ ഇവിടെ ഓൾറെഡി ഒരു മൈനസ് Q ചാർജാണ് ഉണ്ടായിരുന്നത്. അതിനോടൊപ്പം 25% ഓഫ് ദിസ് Q ആഡ് ചെയ്യണം. അപ്പോൾ 25% ഓഫ് Q എന്ന് പറഞ്ഞാൽ അത് Q/4 ആണ്. അങ്ങനെയെങ്കിൽ ഇപ്പോൾ നമ്മുടെ ബിയുടെ ചാർജ് -4Q + Q/4 ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു -3Q/4 ആണ്. അപ്പോൾ നമ്മുടെ പുതിയ ചാർജുകൾ ഇങ്ങനെയാണ്. എയുടെ ഇപ്പോഴത്തെ ചാർജ് 3Q/4, ബിയുടെ ചാർജ് -3Q/4 എന്നാണ്. ഡിസ്റ്റൻസിന് മാറ്റമില്ല, ഡിസ്റ്റൻസ് 6 തന്നെയാണ്. അങ്ങനെയെങ്കിൽ ഇപ്പോഴത്തെ പുതിയ ഫോഴ്സ് F is equal to 1/4 pi epsilon 0 Q1 Q2, ഇവിടുത്തെ Q1 3Q/4 into Q2 3Q/4, magnitude 3Q/4 divided by R square. That is equal to 1/4 pi epsilon 0 constant K, numerator 9Q square by 16 R square. അപ്പോൾ നമുക്കറിയാം KQ square by R square എന്ന് പറയുന്നത് F ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് ഇങ്ങനെ എഴുതാം 9/16 into KQ square divided by R square. KQ square by R square എന്ന് പറയുന്നത് F ആണ്. So the new force F dash is equal to 9/16 times F ആണ്. അപ്പോൾ നമ്മുടെ ശരിയായിട്ടുള്ള ഉത്തരം ഇങ്ങനെ ചാർജ് ട്രാൻസ്ഫർ ചെയ്ത് കഴിയുമ്പോൾ പുതിയ ഫോഴ്സ് 9/16 ടൈംസ് ദ ആക്ച്വൽ ഫോഴ്സ് ആയി മാറും. സോ ദ റൈറ്റ് ഓപ്ഷൻ ഈസ് ഓപ്ഷൻ 2, 9F/16. Question number 42. Ionized hydrogen atom and alpha particle with the same momenta enters perpendicular to a constant magnetic field B. The ratio of radii of their paths R hydrogen is to R alpha will be. അപ്പോൾ രണ്ട് ചാർജുകൾ, ഒരു അയണൈസ് ചെയ്ത ഹൈഡ്രജനും അതുപോലെ തന്നെ ഒരു ആൽഫ പാർട്ടിക്കിളും ഒരു പെർപെൻഡിക്കുലർ മാഗ്നറ്റിക് ഫീൽഡിലേക്ക് എൻ്റർ ചെയ്യുകയാണ്. അപ്പോൾ നമുക്കറിയാം ഒരു പെർപെൻഡിക്കുലർ മാഗ്നറ്റിക് ഫീൽഡിലേക്ക് ചാർജ് എൻ്റർ ചെയ്താൽ എന്ത് സംഭവിക്കും? ഒരു പെർപെൻഡിക്കുലർ മാഗ്നറ്റിക് ഫീൽഡിലേക്ക് എൻ്റർ ചെയ്യുന്ന ചാർജ് അതിൻ്റെ പുറത്ത് ലോറൻസ് ഫോഴ്സ് എക്സേർട്ട് ചെയ്യപ്പെടും. ലോറൻസ് ഫോഴ്സ് കിട്ടുന്നതിൻ്റെ ഫലമായി അത് സർക്കുലാർ മോഷനിൽ കറങ്ങാൻ തുടങ്ങും, സർക്കുലാർ മോഷൻ എക്സിക്യൂട്ട് ചെയ്യും.
അപ്പോൾ നമുക്കറിയാം സർക്കുലർ പാത്തിൽ എക്സിക്യൂട്ട് ചെയ്യണമെങ്കിൽ അയാൾക്ക് സെൻട്രിപെറ്റൽ ഫോഴ്സ് വേണം. ആ സെൻട്രിപെറ്റൽ ഫോഴ്സ് കൊടുക്കേണ്ടത് ലോറൻസ് ഫോഴ്സ് ആണ്. സെൻട്രിപെറ്റൽ ഫോഴ്സിന്റെ ഫോർമുല mv²/r that is equal to Lorentz force, maximum Lorentz force perpendicular ആകുമ്പോൾ QVB sin 90. So that is equal to mv²/r is equal to QVB. അപ്പോൾ നമ്മുടെ ഈ പാർട്ടിക്കിളിന് കറങ്ങാൻ ആവശ്യമായ സെൻട്രിപെറ്റൽ ഫോഴ്സ് mv²/r പ്രൊവൈഡ് ചെയ്യുന്നത് മാക്സിമം ലോറൻസ് ഫോഴ്സ് ആയ QVB ആണ്. അപ്പോൾ ഇവിടുന്ന് v ക്യാൻസൽ ചെയ്താൽ നമുക്ക് കിട്ടും mv/r is equal to QB. So radius r is equal to mv/QB. അപ്പോൾ റേഡിയസിന്റെ ഫോർമുല ഇങ്ങനെയാണ്, റേഡിയസ് ഈസ് ഈക്വൽ ടു mv/QB. അപ്പോൾ റേഡിയസിനെ അഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ് ആരൊക്കെയെന്ന് നോക്കിയാൽ എം വി എന്ന് പറഞ്ഞാൽ മൊമെന്റം, ക്യൂ ചാർജ്, ബി എന്ന് പറയുന്ന മാഗ്നറ്റിക് ഫീൽഡ്. ക്വസ്റ്റ്യനിൽ തന്നെ പറഞ്ഞിരിക്കുന്നു നമ്മുടെ ഹൈഡ്രജനും ആൽഫ പാർട്ടിക്കിളിനും, ഹൈഡ്രജന്റെയും ആൽഫ പാർട്ടിക്കിളിന്റെയും മൊമെന്റങ്ങൾ സെയിം ആണ്. ഇനി അവർ രണ്ടുപേരും എൻ്റർ ചെയ്ത ഒരു കോൺസ്റ്റന്റ് മാഗ്നറ്റിക് ഫീൽഡിലൂടെയാണ് പോകുന്നത്. അങ്ങനെയെങ്കിൽ നമ്മുടെ റേഡിയസിനെ അഫക്ട് ചെയ്യുന്ന ഒരേ ഒരു ഫാക്ടർ ആരാണ്? ചാർജാണ്. അത് ആർ പ്രൊപ്പോർഷണൽ ടു 1/q ആണ്. അങ്ങനെയെങ്കിൽ നമ്മുടെ ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത് ആർ ഹൈഡ്രജൻ ഈസ് ടു ആർ ആൽഫയാണ്. അപ്പോൾ നമുക്ക് വേണ്ടത് RH/R ആൽഫയല്ലേ? അപ്പോൾ റേഡിയസും ചാർജും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആയതുകൊണ്ട് RH/R ആൽഫ എന്ന് പറയുന്നത് ചാർജ് ഓഫ് ആൽഫ ഡിവൈഡഡ് ബൈ ചാർജ് ഓഫ് ഹൈഡ്രജൻ ആണ്. നമുക്കറിയാം ചാർജ് ഓഫ് ആൽഫ എന്ന് പറയുന്നത് 2 യൂണിറ്റ്, ഹൈഡ്രജൻ്റെത് 1 യൂണിറ്റ് ആണ്. സോ ദ റേഷ്യോ ഈസ് 2:1 ആയിരിക്കും. Question number 43. A particle moving with velocity v is acted by 3 forces as shown by the vector triangle PQR. The velocity of the particle will be. ഒരു പാർട്ടിക്കിൾ മൂവ് ചെയ്യുന്ന വെലോസിറ്റി v ആണ്. അതിൻ്റെ പുറത്ത് ആക്ട് ചെയ്യുന്ന 3 ഫോഴ്സുകളെ ഒരു വെക്റ്റർ ട്രയാങ്കിൾ നമുക്ക് കാണിച്ചിരിക്കുകയാണ്. ആ വെക്റ്റർ ട്രയാങ്കിൾ നമ്മൾ ശ്രദ്ധിച്ചാൽ നമുക്ക് കാണാൻ പറ്റും അത് സൈക്ലിക് ഓർഡറിലാണ്. PQR. നമുക്കറിയാം സൈക്ലിക് ഓർഡറിൽ എടുത്തിരിക്കുന്ന വെക്ടേഴ്സ് അതിൻ്റെ സം എപ്പോഴും 0 ആയിരിക്കും. അപ്പോൾ ഇത് സൈക്ലിക് ഓർഡറിൽ എടുത്തിരിക്കുന്ന വെക്ടേഴ്സ് ആയതുകൊണ്ട് തന്നെ ഇവിടെ ആക്ട് ചെയ്യുന്ന ടോട്ടൽ ഫോഴ്സ് എന്ന് പറയുന്നത് ഇവരുടെ സം ആയിരിക്കണം. വെക്ടർ സം വെക്ടർ F1 പ്ലസ് വെക്ടർ F2 പ്ലസ് വെക്ടർ F3 ദാറ്റ് ഈസ് ഈക്വൽ ടു 0. അപ്പോൾ നമ്മുടെ ഈ മൂവ് ചെയ്യുന്ന പാർട്ടിക്കിൾസിൻ്റെ പുറത്ത് കിട്ടുന്ന നെറ്റ് ഫോഴ്സ് 0 ആണ്. നെറ്റ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ MA ഈക്വൽ ടു 0. അപ്പോൾ ആക്സിലറേഷൻ ഈക്വൽ ടു 0. ആക്സിലറേഷൻ 0 ആകാനുള്ള 2 കണ്ടീഷനുകൾ ഇതാണ്. ഒന്നുകിൽ വെലോസിറ്റി ഒരു 0 അല്ലെങ്കിൽ വെലോസിറ്റി ഈസ് എ കോൺസ്റ്റന്റ്. ഓക്കെ, അപ്പോൾ നമ്മുടെ മൂവ് ചെയ്യുന്ന പാർട്ടിക്കിളിൻ്റെ പുറത്ത് ആക്ട് ചെയ്യുന്ന ഫോഴ്സുകൾ ഒരു സൈക്ലിക് വെക്ടേഴ്സ് ആയിട്ടാണ് തന്നിരിക്കുന്നത്. അതുകൊണ്ട് നെറ്റ് ഫോഴ്സ് 0 ആണ്. നെറ്റ് ഫോഴ്സ് 0 ആയതുകൊണ്ട് തന്നെ ആക്സിലറേഷൻ 0. അപ്പോൾ 2 പോസിബിലിറ്റീസ് ഉണ്ട്. ഒന്നുകിൽ വെലോസിറ്റി ഇല്ല, വെലോസിറ്റി 0, അല്ലെങ്കിൽ വെലോസിറ്റി ഈസ് എ കോൺസ്റ്റന്റ്. അപ്പോൾ നമ്മുടെ തന്നിരിക്കുന്ന ഓപ്ഷൻ അനുസരിച്ച് നോക്കുകയാണെങ്കിൽ അവിടെ 0 എന്നൊരു ഓപ്ഷൻ ഇല്ല. പിന്നെ തന്നിരിക്കുന്നത് വെലോസിറ്റി ഈസ് എ കോൺസ്റ്റന്റ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്, ഓപ്ഷൻ 3. സോ ദ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ 3, വെലോസിറ്റി ഈസ് എ കോൺസ്റ്റന്റ്. Question number 44. The work done to raise a mass m from the surface of the earth to a height h which is equal to the radius of the earth is. ചോദ്യം ഇങ്ങനെയാണ്, എർത്തിൻ്റെ സർഫസിൽ നിന്ന് നമുക്കൊരു ബോഡി റേസ് ചെയ്യണം ഫ്രം ദ സർഫസ് ഓഫ് ദ എർത്ത് ടു എ ഹൈറ്റ് h which is equal to the radius of the earth. അപ്പോൾ ഇത് നമ്മുടെ എർത്താണ്. എർത്തിൻ്റെ സെൻറ്റർ O, എർത്തിൻ്റെ സർഫസിലേക്കുള്ള ദൂരം r ആണ്. ഇനി സർഫസിൽ നിന്ന് നമുക്ക് ഒരു r ഡിസ്റ്റൻസ് കൂടി മുകളിലേക്ക് നമുക്ക് ഈ ബോഡിയെ കൊണ്ടുപോകണം. എർത്തിൻ്റെ സർഫസിലിരിക്കുന്ന മാസ് എമ്മിനെ നമുക്ക് ഇവിടേക്കാണ് എത്തിക്കേണ്ടത്. അതിനുവേണ്ടി ചെയ്യുന്ന വർക്കാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. നമുക്കറിയാം, ഫോർമുല അറിയാം. എർത്തിൻ്റെ സർഫസിൽ നിന്ന് ഒരു ബോഡിയെ മുകളിലേക്ക് കൊണ്ടുപോകാൻ, h ഹൈറ്റ് മുകളിലേക്ക് കൊണ്ടുപോകാൻ നമ്മൾ ചെയ്യേണ്ടി വരുന്ന വർക്ക് അല്ലെങ്കിൽ ആ ബോഡിക്ക് കിട്ടുന്ന പൊട്ടൻഷ്യൽ എനർജി ഫോർമുല നമുക്കറിയാം. W ഈസ് ഈക്വൽ ടു mgh/1 പ്ലസ് h/r ആണ്. mgh/1 പ്ലസ് h/r. ഇവിടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നു എർത്തിൻ്റെ സർഫസിൽ നിന്ന് കൊണ്ടുപോകേണ്ട ഹൈറ്റ് എന്ന് പറയുന്നത് എർത്തിൻ്റെ റേഡിയസിന് തുല്യമായ ദൂരത്തിലേക്കാണ്. അപ്പോൾ നമ്മുടെ എച്ചിൻ്റെ വാല്യൂ 6 ആണ്. സോ നമ്മുടെ ഇക്വേഷൻ ഇങ്ങനെ ചേഞ്ച് ചെയ്യും. W ഈസ് ഈക്വൽ ടു mgr ഡിവൈഡഡ് ബൈ 1 പ്ലസ് r/r. ദാറ്റ് ഈസ് ഈക്വൽ ടു mgr/2. സോ ദ ആൻസർ ഈസ് ഹാഫ് mgr. എർത്തിൻ്റെ സർഫസിൽ നിന്ന് എർത്തിൻ്റെ റേഡിയസിന് തുല്യമായ ദൂരം മുകളിലേക്ക് ഹൈറ്റിൽ കൊണ്ടുപോകണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ടി വരുന്ന വർക്ക് mgr/2 ആയിരിക്കും. സോ ദ റൈറ്റ് ഓപ്ഷൻ ഈസ് ഓപ്ഷൻ 3, mgr/2. Question number 45. In a double slit experiment,
when light of wavelength 400 nanometer was used, the angular width of first minima formed on the screen placed 1 meter away was found to be 0.2 degree. What will be the angular width of the first minima if the entire experimental apparatus is immersed in water, given the refractive index of water equal to 4/3? അപ്പോൾ നമ്മുടെ വേവ് ഒപ്റ്റിക്സിലെ യങ്സ് ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെൻ്റ് എന്നുള്ള പാഠഭാഗത്ത് നിന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ യങ്ങിൻ്റെ ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെൻറ്റിൽ നമുക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. 2 സ്ലിറ്റുകൾ S1 ആൻഡ് S2. ഇവിടെ നമ്മുടെ ഒരു സ്ക്രീനിലേക്കുള്ള അകലം ക്യാപിറ്റൽ D ആണ്. സ്ലിറ്റുകൾ തമ്മിലുള്ള സ്മോൾ ഡിസ്റ്റൻസ് D ആണ്. അപ്പോൾ നമുക്കിവിടെ ഒരു ഇൻ്റർഫറൻസ് പാറ്റേൺ കിട്ടുന്നു. ആ ഇൻ്റർഫറൻസ് പാറ്റേൺ കിട്ടുമ്പോൾ നമുക്കറിയാം സെൻറ്ററിൽ നമുക്ക് മാക്സിമം, പിന്നീട് മിനിമം, മാക്സിമം, ഇങ്ങനെയാണ് പോവുക. അപ്പോൾ ഇവിടെ നമുക്കറിയാം മാക്സിമങ്ങളുടെയും മിനിമത്തിൻ്റെ എല്ലാം വിഡ്ത്ത് സെയിം ആണ്. ഇവിടുത്തെ ഫ്രിഞ്ച് വിഡ്ത്ത് ബീറ്റ ഈസ് ഈക്വൽ ടു ലാംഡ ഡി ബൈ ഡി ആണ്. ഫ്രിഞ്ച് വിഡ്ത്തിൻ്റെ ഫോർമുല ഇതാണ്, ബീറ്റ ഈസ് ഈക്വൽ ടു ലാംഡ ക്യാപിറ്റൽ ഡി ബൈ ഡി. അങ്ങനെയെങ്കിൽ ആംഗുലാർ വിഡ്ത്ത് തീറ്റ ഈസ് ഈക്വൽ ടു ബീറ്റ ബൈ ക്യാപിറ്റൽ ഡി ആണ്. ആംഗുലാർ വിഡ്ത്ത് എന്ന് പറയുന്നത് ബീറ്റ ഡിവൈഡഡ് ബൈ ക്യാപിറ്റൽ ഡി, ദാറ്റ് ഈസ് ഈക്വൽ ടു ലാംഡ ബൈ സ്മോൾ ഡി ആയിരിക്കും. ഓക്കെ, ഇനി ഈ എക്സ്പെരിമെൻറ്റിലെ ചില കാര്യങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇതിൽ ഏതെങ്കിലും ഒരു സ്ലിറ്റ് നമ്മളങ്ങ് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ പിന്നെ അവിടെ രണ്ട് കൊഹറൻറ്റ് സോഴ്സുകളില്ല. അപ്പോൾ നമുക്കിവിടെ യൂണിഫോം ഇലൂമിനേഷൻ കാണാൻ പറ്റും. ഇനി അവിടെ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഈ അപ്പാരറ്റസിനെ ഒന്നാകെ നമ്മളൊരു മീഡിയത്തിലേക്ക് ഇമേഴ്സ് ചെയ്യണം. ഈ എക്സ്പെരിമെൻ്റൽ അപ്പാരറ്റസിനെ കംപ്ലീറ്റ് ആയി മറ്റൊരു മീഡിയത്തിലേക്ക് ഇമേഴ്സ് ചെയ്താൽ ഇവിടെ ചേഞ്ച് വരുന്ന പാരാമീറ്റർ ലാംഡ ഡി സ്മോൾ ഡി, ഇതിൽ ആർക്കാണ് ചേഞ്ച് ഉണ്ടാവുക? മീഡിയം മാറുമ്പോൾ ചേഞ്ച് ചെയ്യുന്ന ഒരേ ഒരു പാരാമീറ്റർ വേവ് ലെങ്ത് ആണ്, ലാംഡ. മറ്റൊരു മീഡിയത്തിലേക്ക് മാറുമ്പോൾ അതിൻ്റെ വേവ് ലെങ്ത് ലാംഡ ഡാഷ് എന്ന് പറയുന്നത് ലാംഡ ബൈ മ്യൂ ടൈംസ് ആയി മാറും. അപ്പോൾ എക്സ്പെരിമെൻ്റൽ സെറ്റപ്പിനെ മറ്റൊരു മീഡിയത്തിലേക്ക് മാറ്റുമ്പോൾ ചേഞ്ച് ഉണ്ടാകുന്ന ഒരേ ഒരു പാരാമീറ്റർ വേവ് ലെങ്ത് ആണ്. അപ്പോൾ നമ്മുടെ ഇവിടുത്തെ ചോദ്യം, ആദ്യം നമ്മൾ ലാംഡ യൂസ് ചെയ്തത് 400 നാനോമീറ്റർ ആണ്. അപ്പോൾ നമുക്ക് കിട്ടിയ ആംഗിൾ തീറ്റ എന്ന് പറയുന്നത് തീറ്റ 0.2 ഡിഗ്രി ആയിരുന്നു. ഇനി അതിന് രണ്ടാമതൊരു മീഡിയത്തിലേക്ക് മാറ്റിയാൽ ഫ്രിഞ്ച് വിഡ്ത്തിന് എന്ത് ചേഞ്ച് ഉണ്ടാവും എന്നാണ് ചോദ്യം. സോ നമുക്കറിയാം ഫ്രിഞ്ച് വിഡ്ത്ത് തീറ്റ ഡാഷ് ഈസ് ഈക്വൽ ടു ബീറ്റ ഡാഷ് ബൈ ഡി ആണ്, ദാറ്റ് ഈസ് ഈക്വൽ ടു ലാംഡ ഡാഷ് ബൈ സ്മോൾ ഡി ആണ്. അപ്പോൾ മീഡിയം മാറിയപ്പോൾ ചേഞ്ച് വരുന്ന ഒരേ ഒരു പാരാമീറ്റർ വേവ് ലെങ്ത് ആണ്. ആ വേവ് ലെങ്ത് ലാംഡ ബൈ എൻ ആയിരിക്കും. സോ ഈ ഇക്വേഷൻ നമുക്ക് ഇങ്ങനെ മാറ്റാം, ലാംഡ ബൈ മ്യൂ ബൈ ഡി ദാറ്റ് ഈസ് ഈക്വൽ ടു 1 ബൈ മ്യൂ ടൈംസ് ലാംഡ ബൈ ഡി ആണ്. ലാംഡ ബൈ ഡി ആണ് നമ്മുടെ തീറ്റ. സോ തീറ്റ ഡാഷ് ഈസ് ഈക്വൽ ടു തീറ്റ ഡിവൈഡഡ് ബൈ മ്യൂ ആയിരിക്കും. അപ്പോൾ നമ്മുടെ പുതിയ ഫ്രിഞ്ച് വിഡ്ത്ത് തീറ്റ ഡാഷ് ഈസ് ഈക്വൽ ടു തീറ്റ ബൈ മ്യൂ, ദാറ്റ് ഈസ് ഈക്വൽ ടു തീറ്റയുടെ വാല്യൂ നമുക്കറിയാം 0.2 ഡിവൈഡഡ് ബൈ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് വാട്ടർ, ദാറ്റ് ഈസ് 4/3. സോ ദ ആൻസർ ഈസ് 0.15 degree. Question number 7. The speed of a swimmer in still water is 20 meter per second. The speed of river water is 10 meter per second due east. If he is standing on the south bank and wishes to cross the river along the shortest path, the angle at which he should make his strokes with respect to north is given by. അപ്പോൾ ഒരു റിവർ ക്രോസിംഗ് പ്രോബ്ലം ആണ്. ക്വസ്റ്റ്യനിൽ പറയുന്നത് ഇങ്ങനെ, ഒരു റിവർ അത് വെസ്റ്റ് ഡയറക്ഷനിലേക്ക് ഫ്ലോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ ബാങ്കിലായിട്ട് ഒരാൾ നിൽപ്പുണ്ട്. അയാൾ നിൽക്കുന്നത് സൗത്ത് ബാങ്കിലാണ്. അയാൾക്ക് നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഈ ബാങ്കിലേക്കാണ് എത്തിച്ചേരേണ്ടത്. ഈ റിവർ ഫ്ലോ ചെയ്യുന്ന വെലോസിറ്റി നമുക്ക് തന്നിരിക്കുന്നു. വെലോസിറ്റി ഓഫ് ദ റിവർ എന്ന് പറയുന്നത് 10 മീറ്റർ പെർ സെക്കൻഡ് ആണ്. ഈ സ്വിമ്മറുടെ വെലോസിറ്റി ഓഫ് ദ മാൻ ഈസ് ഈക്വൽ ടു 20 മീറ്റർ പെർ സെക്കൻഡ് ആണ്. അപ്പോൾ ചോദ്യം ഇങ്ങനെയാണ്, ഈ സൗത്ത് ബാങ്കിൽ നിൽക്കുന്ന നമ്മുടെ സ്വിമ്മറിന് ഷോർട്ടസ്റ്റ് പാത്തിലൂടെ അതിൻ്റെ ഓപ്പോസിറ്റ് ബാങ്കിലേക്ക് എത്തണം. റിവർ വെസ്റ്റ് ഡയറക്ഷനിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. റിവറിൻ്റെ വെലോസിറ്റി ഇതാണ് 10 മീറ്റർ പെർ സെക്കൻഡ്. അപ്പോൾ നമുക്കറിയാം ഒരാൾ ഷോർട്ടസ്റ്റ് പാത്തിലൂടെയാണ് റിവറിനെ ക്രോസ് ചെയ്ത് പോകേണ്ടതെങ്കിൽ അയാൾ അപ്സ്ട്രീമിലേക്ക് നീന്തണം. അപ്പോൾ അപ്സ്ട്രീമിലേക്ക് നീന്തുമ്പോൾ റിവറിൻ്റെ വെലോസിറ്റി കൂടി വരുമ്പോൾ ഇയാളുടെ വെലോസിറ്റി ഇങ്ങോട്ടത്തേക്കാവും. അപ്പോൾ ഇയാളുടെ റിസൾട്ടൻ്റ് പാത്ത് എന്ന് പറയുന്നത് ഈ ഡിസ്റ്റൻസിലൂടെ ആയിരിക്കും പോവുക. അപ്പോൾ ഇപ്പോൾ ഓർക്കുക, ഷോർട്ടസ്റ്റ് പാത്തിലാണ് ക്രോസ് ചെയ്യേണ്ടതെങ്കിൽ നമ്മൾ അപ്സ്ട്രീമിലേക്ക്, റിവറിൻ്റെ ഫ്ലോയുടെ ഡയറക്ഷനിൽ അപ്സ്ട്രീമിലേക്ക് തന്നെ എഗൻസ്റ്റ് ആയിട്ട് നമ്മൾ പോകണം. അപ്പോൾ ഈ റിവർ വെലോസിറ്റി കൂടെ കിട്ടുമ്പോൾ നമ്മൾ ഇങ്ങനെയാവും. അപ്പോൾ നമുക്ക് ഷോർട്ടസ്റ്റ് പാത്തിൽ ക്രോസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ഈ സ്വിമ്മർ സ്വിം ചെയ്യേണ്ടത് ഇങ്ങോട്ടാണ്, അറ്റ് ആൻ ആംഗിൾ തീറ്റ.
ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് ഈ എത്ര ഡിഗ്രിയിലാണ് ഇയാൾ ഇങ്ങോട്ട് സ്വിം ചെയ്യേണ്ടത് ഫ്രം ദ നോർത്ത് ഡയറക്ഷൻ. ഈ നോർത്ത് ഡയറക്ഷനിൽ നിന്ന് എത്ര ഡിഗ്രി ചരിഞ്ഞാണ് അയാൾ സ്വിം ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ നമുക്കിപ്പോൾ ഒരു ട്രയാങ്കിൾ ഫോം ചെയ്തിട്ടുണ്ട്. വെലോസിറ്റി ഓഫ് ദ സ്വിമ്മർ 20 ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് ട്രിഗണോമെട്രിക് റേഷ്യോ ഉപയോഗിച്ച് സൈൻ തീറ്റ കാൽക്കുലേറ്റ് ചെയ്താൽ സൈൻ തീറ്റ ഈസ് ഈക്വൽ ടു ഓപ്പോസിറ്റ് സൈഡ് 10 meter per second divided by 20 meter per second. So that is equal to 1/2. Theta is equal to 30 degree. അപ്പോൾ അയാൾ എങ്ങോട്ടാണ് സ്വിം ചെയ്യേണ്ടത്? ഇയാൾക്ക് ഷോർട്ടസ്റ്റ് പാത്തിലൂടെ ക്രോസ് ചെയ്യണമെങ്കിൽ 30 degree ടുവേർഡ്സ് വെസ്റ്റ് ഡയറക്ഷനിലേക്കാണ് പോകുന്നത്. നമ്മുടെ റിവർ ഫ്ലോ ചെയ്യുന്നത് ഈസ്റ്റ് ഡയറക്ഷനിലേക്കാണ്. അപ്പോൾ തീർച്ചയായിട്ടും സ്വിം ചെയ്യേണ്ട ഡയറക്ഷൻ വെസ്റ്റ് ഡയറക്ഷനിലേക്ക് 30 degree. സോ ദ റൈറ്റ് ആൻസർ ഈസ് 30 degree ഡ്യൂ വെസ്റ്റ്. ഓപ്ഷൻ 1 ആണ് ശരിയായിട്ടുള്ള ആൻസർ.